ദിവ്യ സ്നേഹത്തിനുറവിടമേ പതിനായിരത്തിൽ അതിശ്രേഷ്ഠനവൻ സുസ്ഥ്യനാവന്ദന നായകൻ പതിനായിരത്തിൽ അതിശ്രേഷ്ഠനവൻ സുസ്ഥ്യനാവന്ദന നായകൻ. ഹല്ലേലൂയ. എല്ലാ കണ്ണുകളും ദൈവസന്നിധിയിലേക്ക് അടച്ചാട്ടെ. കരുണയുള്ള ദൈവം, സ്വർഗീയ നല്ല പിതാവേ, നല്ല സമയത്തെ ഓർത്ത് സ്തുതിക്കുന്ന പായിന്ന് ഞങ്ങൾക്ക് ഒരുമിച്ച് കർത്താവിൻ്റെ സന്നിധിയിൽ കടന്നു വന്ന് ഒരുമിച്ച് പാടി സ്തുതിപ്പാൻ, മഹത്വപ്പെടുത്തുവാൻ, ആരാധിക്കുവാൻ ഒരു അവസരം തന്നതിനായി ഞങ്ങൾ നന്ദിയോടെ കർത്താവിനെ സ്തുതിക്കുന്ന. പിന്നത്തെ ശുശ്രൂഷകളെല്ലാം അനുഗ്രഹമായി വിടുതലാക്കി കർത്താവ് തീർക്കണം. അഭിഷിക്തദാസനെ ശക്തമായിട്ട് ഉപയോഗിക്കണം. ലീഡ് ചെയ്യുന്ന ദൈവദാസിയെ ബലപ്പെടുത്തണം. ആത്മാവിൽ ലീഡ് ചെയ്യുവാൻ സഹായിക്കണം. കടന്നു വന്ന് ഓരോ ദൈവമക്കളോട് കർത്താവ് സംസാരിക്കണം. 3 ദിവസത്തെ ഉപവാസ പ്രാർത്ഥന അവരുടെ ജീവിതത്തിൽ അനുഗ്രഹമായി വിടുതലായി തീരട്ടെ. അനേക സാക്ഷ്യങ്ങൾ ആമേൻ ഈ മീറ്റിങ്ങിൻ്റെ അകത്തുനിന്ന് ഉയരട്ടെന്ന് പ്രാർത്ഥിക്കുകയാണ്. ദൈവപ്രവൃത്തി ഈ മീറ്റിങ്ങിൽ വെളിപ്പെട്ടിരിക്കാൻ നന്ദി പറയുന്ന കർത്താവെ, ഞങ്ങളെ കർത്താവിൻ്റെ സന്നിധിയിലേക്ക് താഴ്ത്തി സമർപ്പിക്കുന്നു. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ, ആമേൻ, ആമേൻ. Amen. Hallelujah. Thank you so much. It is sister. ദൈവം ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ഹല്ലേലൂയ. ഉപവാസ പ്രാർത്ഥനയിൽ ഹല്ലേലൂയ 4 സെഷൻ ഹല്ലേലൂയ വർഷിപ്പ് ലീഡ് ചെയ്യുവാൻ ശക്തമായി ഹല്ലേലൂയ ദൈവാത്മാവ് സിസ്റ്ററെ അവിടുന്ന് ഉപയോഗിച്ച കൃപയ്ക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. വളരെ നന്ദി പറയുന്നു. ഹല്ലേലൂയ. ദൈവം പിന്നെയും അനുഗ്രഹിക്കട്ടെ. ഹല്ലേലൂയ. ശക്തമായി ഹല്ലേലൂയ അനേക വേദികളിൽ ദൈവം പിന്നെയും ഉപയോഗിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ഹല്ലേലൂയ. സ്തുതിക്കുന്നു. हालेलुया. जीटी सिस्टर के लिए मैं प्रभु को धन्यवाद करती हूँ. हमारे उपवास प्रार्थना में पिछले 4 सेशन जो है हालेलुया इस मीटिंग को हालेलुया वर्शिप लीड करने के लिए प्रभु की आत्माओं ने सहायता मदद किया है. हालेलुया. आगे का समय जो है वचन की सेवकाई का समय है और मैं वचन की सेवकाई के लिए आज रात को निमंत्रण किया हुआ हमारे हालेलुया परमेश्वर की अभिषिक्त दासी जैनी मरियम जेम्स है. हालेलुया. और परमेश्वर की दासी जो है हालेलुया ये सौभाग्य है कि हमें उनके साथ हालेलुया ये अवसर मिला है ये इस मीटिंग में वचन की सेवकाई करने के लिए. वो परमेश्वर की सेवकाई में है, केरल में तड़ियूर से है और वो फादर्स हाउस चर्च में जो है परमेश्वर की सेवकाई कर रही है. और फादर्स हाउस सेमिनारी में वो एक टीचर भी है और अपने पति के साथ जो हालेलुया पासवान है वो भी हालेलुया दोनों भी मिशनरी है, परमेश्वर की सेवकाई में है. हालेलुया. उनके पति जो है बाइबल कॉलेज के प्रिंसिपल है और वे जो है कई प्रोग्राम्स के जो है वुमेन लीडरशिप रोल में भी है, पद में भी है. हालेलुया. और मैंने ये जाना है कि वो ऑनलाइन क्लास वगैरह सब लेते हैं और न केवल इंडिया में बट इंटरनेशनली वो जो है हालेलुया वचन की सेवा करते हैं और क्लास वगैरह सब लेते हैं. हालेलुया. अलग अलग भाषाओं में. हालेलुया. मैं धन्यवाद करती हूँ. ये सौभाग्य हमें मिला है आज रात उनके साथ हालेलुया वचन से सुनने के लिए. हालेलुया. वो जो है मास्टर्स और डिविनिटी लिया है और नए नियम में उन्होंने MTH वगैरह किया है. बहुत पढ़े हुए हालेलुया वचन के ज्ञानी है. मैं धन्यवाद करती हूँ. हालेलुया. സ്തുതിയോ. ഇന്ന് രാത്രികാലം വചന ശുശ്രൂഷയ്ക്കായി നമ്മുടെ ഇടയിൽ കടന്നു വന്നത് ഹാലേലൂയ അഭിഷിക്ത ദാസിയോർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഹാലേലൂയ. ജെനി സിസ്റ്റർ ഹാലേലൂയ നാട്ടിൽ തടിയൂരിൽ നിന്നാണ്. ഹാലേലൂയ ഫാദേഴ്സ് ഹൗസ്
ചർച്ചിൽ ഹല്ലേലൂയ പാസ്റ്ററിങ് ചെയ്യുന്നു. ഹല്ലേലൂയ ഫാദേഴ്സ് ഹൗസ് സെമിനാറിയിൽ ടീച്ചർ കൂടെയാണ്. ഹല്ലേലൂയ ഷീ ഈസ് എ മിഷനറി ടുഗദർ വിത്ത് ഹർ ഹസ്ബൻഡ്. ഹല്ലേലൂയ അനേക വുമൻ ലീഡർഷിപ്പ് റോളിലായിരിക്കുന്നു. ഹല്ലേലൂയ ഓൺലൈൻ നാഷണലി ഇന്റർനാഷണലി ഹല്ലേലൂയ വചന ശുശ്രൂഷ ചെയ്യുന്നതാണ്. ഹല്ലേലൂയ നമുക്ക് ഈ രാത്രി ഹല്ലേലൂയ ക്ഷണം സ്വീകരിച്ച് നമ്മുടെ ഇടയിൽ വന്നതിന് വളരെ നന്ദി പറയുകയാണ്. ഹല്ലേലൂയ എനിക്ക് ആന്റിയുടെ നമ്പർ തന്നത് സണ്ണി പാസ്റ്ററുകളാണ്. ഹല്ലേലൂയ ദേവദാസിനെ ഓർത്തും ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. വളരെ പ്രാർത്ഥനയോടെ ദൈവസന്നിധിയിലായിരിക്കാം. ഹല്ലേലൂയ ഇന്ന് രാത്രി ദൈവം എന്നോട് സംസാരിക്കണമേ എന്ന്. ഹല്ലേലൂയ ആ ഒരു പോസ്ചറിൽ നമ്മൾ ദൈവസന്നിധിയിലായിരിക്കാം. ഹല്ലേലൂയ ദൈവം നമ്മോട് സംസാരിക്കും. ഹല്ലേലൂയ തുടർന്നുള്ള വചന ശുശ്രൂഷയ്ക്കായി ദൈവദാസിയെ വളരെ ബഹുമാനത്തോടെ ആദരവോടെ വേദിയിലേക്ക് ക്ഷണിക്കുകയാണ്. ഹല്ലേലൂയ മെസ്സേജ് ഹിന്ദിയിലേക്ക് ഞാൻ ട്രാൻസ്ലേഷൻ ചെയ്യുന്നതായിരിക്കും. Praise the Lord. Praise the Lord. Good evening. Hallelujah. നമ്മുടെ കർത്താവും രക്ഷിതാവും വീണ്ടെടുപ്പുകാരനുമായ യേശുക്രിസ്തുവിന്റെ ധന്യനാമത്തിൽ സ്നേഹവന്ദനങ്ങളെ അറിയിക്കുന്നു. प्रेज द लॉर्ड. गुड इवनिंग सबों को. हमारे उद्धारकर्ता प्रभु यीशु के नाम से मैं सबों को जो है इस शाम का सलाम देती हूँ. നിക്കോഗിന്റെ മഹാരാഷ്ട്രയിലുള്ള പ്രത്യേകിച്ച് മുംബൈയിലുള്ള ധാരാളം ദൈവദാസന്മാരെ, പ്രവർത്തകരെ, കർത്താവിന്റെ ദാസിമാരെ കാണുവാനും നിങ്ങളോടെല്ലാം ഒപ്പമായിരിക്കുവാനും പ്രത്യേക പ്രിയ സണ്ണി പാസ്റ്ററോടൊക്കെ ചേർന്നായിരിക്കുവാനും കർത്താവ് തന്ന വലിയ ഭാഗ്യത്തിനായിട്ട് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. और निकोग के महाराष्ट्र में मुंबई के इस मीटिंग में अनेक परमेश्वर के अभिषिक्त दास और खासकर सनी पास्टर के साथ इस मीटिंग में हालेलुया शामिल होने के लिए प्रभु ने मुझे अवसर दिया. इसलिए मैं प्रभु को धन्यवाद करती हूँ. എബ്രഹാം പാസ്റ്ററിനായിട്ട് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. കർത്താവിന് സ്തോത്രം. ധാരാളം ദേവദാസന്മാരെ ഞാൻ കണ്ടു. പി എ ജോസഫ് പാസ്റ്ററിനായിട്ട് സ്തോത്രം ചെയ്യുന്നു. എല്ലാ ബഹുമാന ദേവദാസന്മാർ എല്ലാവർക്കായിട്ടും ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. എല്ലാവരെയും കർത്താവ് അനുഗ്രഹിക്കട്ടെ. പ്രത്യേക എന്നെ മീറ്റിംഗിലേക്ക് ക്ഷണിച്ച പ്രിയ കസിയമ്മക്കായിട്ട് സ്തോത്രം ചെയ്യുന്നു. പ്രിയ പൈതലിനെ ദൈവം അനുഗ്രഹിക്കട്ടെ. എല്ലാവരെയും കർത്താവ് സഹായിക്കട്ടെ. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് കൃത്യമായി വ്യക്തമായി നമ്മുടെ ഓരോരുത്തരോടും ഇന്ന് സംസാരിക്കട്ടെ. और परमेश्वर के अभिषेक दास टीटी अब्राहम, पी जोसेफ पास्टर और कई सारे पासवानों को मैं ऑनलाइन देख रही हूँ. उन सबों के लिए मैं प्रभु को धन्यवाद करती हूँ. मुझे इस मीटिंग में नियोता दिया हुआ बहन के लिए मैं धन्यवाद करती हूँ. आज सबों से परमेश्वर की आत्मा बातें करने पाए. എന്റെ പേര് നിങ്ങൾ കേട്ടതുപോലെ സിസ്റ്റർ ജെയിനി മറിയം ജെയിംസ്. എനിക്ക് 50 വയസ്സുണ്ട്. കർത്താവിന് സ്തോത്രം. കർത്താവിന്റെ ദാസിന്റെ പേര് ഡോക്ടർ ജെയിംസ് മാത്യു. ഞങ്ങൾക്ക് 2 ആൺമക്കളാണുള്ളത്. അവർ രണ്ടുപേരും രാജസ്ഥാനിലായിരിക്കുന്നു. ഒരാള് പഠിത്തം ഡോക്ടർ ഫാർമസി കഴിഞ്ഞ് അവിടെ ജോലി ചെയ്യുന്നു. കൂടാതെ കർത്താവിന് വേണ്ടി പ്രയോജനപ്പെടുന്നു. രണ്ടാമത്തെ ആള് പഠിച്ചുകൊണ്ടിരിക്കുന്നു അവിടെ തന്നെ ഡോക്ടർ ഫാർമസിക്ക്. और जैसे आपने सुना, मेरा नाम जो है जेनी मरियम जेम्स है. मेरा हस्बैंड का नाम जो है डॉक्टर जेम्स मैथ्यू है. और मेरे 2 बेटे हैं और दोनों भी जो है राजस्थान में है. बड़ा बेटा फार्मेसी हो गया, अभी काम कर रहा है. छोटा बेटा फार्मेसी के लिए पढ़ाई कर रहा है. 13ാമത്തെ വയസ്സ് തൊട്ട് കർത്താവിന്റെ വേല ലിറ്ററലായിട്ട് ഒരു പ്രയർ ഗ്രൂപ്പ് ഒക്കെ അങ്ങനെ സ്റ്റാർട്ടായി പ്രവർത്തിക്കാൻ തുടങ്ങി. കൊച്ചിലെ മുതൽ കർത്താവുമായിട്ട് ബന്ധപ്പെട്ട് കർത്താവിന് ശുശ്രൂഷയുമായി ബന്ധപ്പെട്ട് ഹല്ലേലൂയ വളരെ ദൈവനാമ മഹത്വത്തിനായിട്ടൊക്കെ ആയി തീരുവാൻ ദൈവം സഹായിച്ചു. എന്നാൽ 13ാം വയസ്സ് മുതൽ പ്രയർ മീറ്റിംഗ്സ് ഒക്കെ ആരംഭിക്കുവാൻ ദൈവം ഒരു ഭാഗ്യം തന്നു. അങ്ങനെ ഇതുവരെയും കർത്താവിന്റെ കൃപയാൽ കർത്താവിന്റെ വേലയിൽ വിവിധ രാജ്യങ്ങളിൽ, വിവിധ ദേശങ്ങളിൽ, വിവിധ സെമിനാരികളിൽ, ദൈവം അയക്കുന്ന വിവിധ പ്ലാറ്റ്ഫോമുകളിൽ ദൈവമഹത്വത്തിനായിട്ട് നിൽക്കുവാൻ ദൈവം സഹായിക്കുന്നു. और मैं प्रभु को धन्यवाद करती हूँ. 13 साल की उम्र से जो है मैं हालेलुया प्रेयर ग्रुप मीटिंग्स वगैरह चलाती हूँ. अभी मुझे 50 साल है. और हालेलुया बचपन से लेकर अभी तक सेवकाई में रहने के लिए परमेश्वर ने मुझे सहायता किया. प्रभु का अनुग्रह है मेरे जीवन में. हालेलुया प्रभु ने बुला के अलग किया और देश में विदेश में कई प्लेटफॉर्म में जो है परमेश्वर का वचन सुनाने के लिए और सेमिनारी में पढ़ाने के लिए परमेश्वर अवसर देते आ रहे हैं. ഞാൻ ഇന്നായിരിക്കുന്നത് മുഴുവൻ ദൈവത്തിന്റെ കൃപയാൽ മാത്രം. എനിക്ക് ഒരു ക്രെഡിബിലിറ്റിയും പറയുവാനില്ല. ദൈവത്തിന്റെ കൃപയാൽ അനുഗ്രഹിക്കപ്പെട്ട മാതാപിതാക്കളാൽ ജനിച്ചു വളർത്തപ്പെട്ടു. ദൈവത്തിന്റെ കൃപയാൽ അനുഗ്രഹിക്കപ്പെട്ട നല്ല ഒരു ബാക്ക്ഗ്രൗണ്ട് ദൈവം തന്നു. ദൈവത്തിന്റെ കൃപയാൽ നല്ല വിദ്യാഭ്യാസം ദൈവം തന്നു. ദൈവത്തിന്റെ കൃപയാൽ നല്ല ഫാമിലി ദൈവം തന്നു. ദൈവത്തിന്റെ കൃപയാൽ ഇന്നും കർത്താവിന്റെ വേലയിൽ വളരെ എളിമയോടെ താഴ്മയോടെ ഞാനായിരിക്കുന്നു.
और परमेश्वर की कृपा है कि एक आशीष भरा परिवार में मुझे जन्म लेने के लिए प्रभु ने सहायता किया। परमेश्वर की कृपा है कि आशीष भरा माता पिता दिया। परमेश्वर की कृपा है कि आशीष भरा जो है बैकग्राउंड परमेश्वर ने दिया। परमेश्वर की कृपा है अच्छा पढ़ाई मुझे दिया और उसी समान एक अच्छा फैमिली और मिनिस्ट्री दिया। और मैं परमेश्वर के सम्मुख अपने आप को दीन करती हूँ। परमेश्वर का ही कृपा है, मैं अपने तरफ से कुछ भी नहीं हूँ। ഹല്ലേലൂയ. സോ നമുക്ക് ദൈവസന്നിധിയിലേക്ക് നമ്മെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കാം. കർത്താവ് ഇന്ന് രാത്രി നമ്മോട് സംസാരിക്കാനായിട്ടൊന്ന് ദൈവസന്നിധിയിലേക്ക് വിട്ടുകൊടുക്കാം. നമ്മുടെ ഹൃദയങ്ങൾ, നമ്മുടെ ചിന്തകൾ, നമ്മുടെ ആത്മാമണ്ഡലം, നമ്മുടെ പ്രാണമണ്ഡലം, നമ്മുടെ ദേഹമണ്ഡലം സമസ്തവും ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനാൽ ഒന്ന് ശുദ്ധീകരിക്കപ്പെട്ട് ദൈവവചനത്താൽ ശുദ്ധീകരിക്കപ്പെട്ട നിത്യതയുടെ പദ്ധതിയിലേക്ക് നമ്മെ നയിക്കുന്ന ഒരു രാത്രിയാക്കി ഇന്ന് മാറ്റട്ടെ. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഓരോ വ്യക്തികളോടും കുടുംബങ്ങളോടും സഭകളോടും കൃത്യമായി ദൈവാത്മാവ് തന്റെ ആലോചന അറിയിക്കും. എവിടെയാണോ മടങ്ങി വരേണ്ടത്, എവിടെയാണോ ക്രമീകരണം പ്രാപിക്കേണ്ടത്, റബൽ ഖബാർ നമ്മുടെ തീം പോലെ തന്നെ ഹാലലൂയ നമ്മെ വീണ്ടും വീണ്ടും നടുവാൻ, വീണ്ടും നമ്മെ ഒന്നുകൂടെ റിസ്റ്റോർ ചെയ്യുവാൻ കഴിയുന്ന ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ പ്രവൃത്തിക്കായി നമ്മെ വിട്ടുകൊടുക്കാം. हालेलुया। आज रात के समय जो है हमारा हृदय, हमारा प्राण, हमारे आत्मा, हमारा देह जो है पवित्र आत्मा के हाथ में हम सौंप दे। हालेलुया। हमें शुद्धिकरण करने के लिए और अनंत काल का जीवन के लिए परमेश्वर का उद्देश्य क्या है वो पहचान कर जीने के लिए हर एक व्यक्ति, हर एक परिवार, हर एक कलीसिया जो है हमारे थीम के अनुसार जो है फिर से बोए जाने के लिए, पुनर्स्थापित परमेश्वर हमें करने के लिए इस रात के समय जो है हम पवित्र आत्मा के हाथों में सौंप दे। रिबल खबार बसिखेले हमदला रिबल खबारबम रिबल खबोर बसिखेरी खोला खारसेल बाबारबम. അല്പസമയം അന്യഭാഷകളിൽ ഒന്ന് ആരാധിച്ചു തുടങ്ങിയാട്ടെ. എല്ലാവരും അതാത് സ്ഥാനത്തിരുന്ന നിങ്ങൾക്ക് ദൈവം തന്ന സ്വർഗീയ ഭാഷയിൽ ദൈവത്തെ ഒന്ന് മഹത്വപ്പെടുത്തി തുടങ്ങിയാട്ടെ. എല്ലാവരും കർത്താവിന് സ്തോത്രം. അതാത് സ്ഥലങ്ങളിലിരുന്ന ദൈവത്തിന് സ്തോത്രം. ആരും ഇവിടെ കാഴ്ച കാണുവാൻ വന്നിട്ടില്ല, ഇവിടെ പ്രാപിക്കുവാനായിട്ട് വന്നതാ. ദൈവത്തിൽ നിന്നും ദൈവിക അനുഗ്രഹങ്ങൾ പ്രാപിച്ചെടുക്കുവാൻ, ദൈവത്തോട് സംസാരിക്കുവാൻ, ദൈവിക ജീവൻ പ്രാപിക്കുവാൻ. നിന്നെ വല്ലാതെ ഞെരുക്കുന്ന ചില വിഷയത്തിനകത്ത് ഇന്ന് പകൽ രാത്രി ഏത് ടൈം സോണിൽ നീ ആയിരിക്കുന്നുവെങ്കിലും ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നിന്നെ ചില കെട്ടുകൾ പൊട്ടിച്ച് സ്വതന്ത്രയാക്കുവാൻ, ചില രോഗശക്തികളെ അഴിച്ചു മാറ്റുവാൻ ദൈവ മഹത്വമാഴത്തിൽ വെളിപ്പെടുന്ന രാത്രിയായിട്ട് മാറും. അതുകൊണ്ട് അന്യഭാഷയിൽ പ്രാർത്ഥിച്ചു തുടങ്ങിയാട്ടെ. और हम सभी लोग जो है अन्य अन्य भाषाओं में जो है बातें करके बैठे रहे। हालेलुया। क्योंकि परमेश्वर की उपस्थिति हमारे बीच में, और जो है आप जहां पर बैठे, जिस स्थान पर बैठे वहां पर हालेलुया आप जो है परमेश्वर की आत्मा में भरते रहिए। हालेलुया। हम यहाँ पर कोई भी कुछ जो है प्रदर्शन के लिए नहीं आए हैं, परमेश्वर से पाने के लिए हम आए। आप में से कई लोग जो है प्रतिकूल वातावरण आपको दबाने वाली स्थिति में है, और कई लोग जो है बीमारियों की स्थिति में है, शारीरिक तकलीफ में, लेकिन आज रात के समय परमेश्वर हमारे बंधनों को खोलकर हमें आजाद करना चाहते हैं। ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന് ഒന്നും മറഞ്ഞിരിക്കത്തില്ല കേട്ടോ. എവിടെ ഏത് വിഷയവുമായിരുന്നാലും ഇന്ന് രാത്രി ദൈവം നിനക്ക് സ്വാതന്ത്ര്യം വരുത്തും, വിഷയത്തിന്മേൽ മറുപടി തരും, സൗഖ്യം തരും. അതിനാൽ ദൈവസന്നിധിയിലേക്ക് മടങ്ങി വന്ന ദൈവസന്നിധിയിലോട്ട് കർത്താവിന്റെ സ്തോത്രം ചേർന്നിരുന്ന്, കർത്താവെ എന്റെ ജീവിതത്തിൽ വ്യാപരിക്കുന്നത് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ പ്രമാണം. അതിന്റെ പേര് തന്നെ റോമാലേഖനം 8:2 ജീവന്റെ ആത്മാവിന്റെ പ്രമാണമാണ് നമ്മിൽ വ്യാപരിക്കുന്നത്. ജീവാത്മാവിന്റെ പ്രമാണമാണ് നമ്മിൽ വ്യാപരിക്കുമ്പോൾ തന്നെ നമ്മിൽ വ്യാപരിക്കേണ്ടത് തേജസ്സാണ്. സ്തോത്രം. നമ്മിൽ വ്യാപരിക്കേണ്ടത് സ്വർഗീയമായ മഹത്വമാണ്. അതിന് തടസ്സമായി നിൽക്കുന്ന സകല നിരാശകളും, അതിന് തടസ്സമായി നിൽക്കുന്ന യേശുക്രിസ്തുവിന്റെ അധികാരമുള്ള നാമത്തിൽ ചിലതിനെ എല്ലാം ഞാൻ കർത്താവെ മാറ്റുകയാണ്. ഇവിടെ അത് വേണ്ട. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ഞാൻ അതിന് ജയം പ്രഖ്യാപിക്കുന്നു. എത്ര പേർ വിശ്വാസത്തോടെ കരമുയർത്തി പറ, ഇന്ന് രാത്രി, ഇന്ന് എന്റെ ജീവിതത്തിൽ വിടുതൽ ഞാൻ അനുഭവിക്കും. കർത്താവിന് സ്വതന്ത്രം ഞെരുക്കുന്ന വിഷയങ്ങൾക്കൊരു പരിഹാരം ദൈവം തരും. റേഖോ റബൽ വിശ്വസിക്കുന്നവർ കരമടിച്ച് ദൈവത്തെ ആരാധിച്ച് അങ്ങോട്ട് തുടങ്ങിക്കോ. റീഖോ റബൽ ഖബാല ബസ്ബാല ഹംദലാബ ബർഖബാല ഹിബ റിബൽ ഖബോറ ബസ്സികരബ. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ, if you believe, you have to clap your hands and worship God. In hala bസ്സികരെ ഹത്തലോ ബബാല. ഇത് heavenly
hallelujah, anointing. Hallelujah. You have to worship God and say that I'll overcome my struggles. I can go forward. I can move forward. My God is more than enough for me, for everything. I can do it. And God will bless me in an abundance, in an abundant way. അങ്ങനെയൊക്കെ അങ്ങോട്ടൊന്ന് ദൈവസന്നിധിയിൽ ഏൽപ്പിച്ചു കൊടുത്ത അടുത്ത റെലമിലോട്ട് കയറാൻ നിങ്ങളായിരിക്കുന്ന ആ ഒരു ഹല്ലേലൂയ നിയോഗവും ആ ആയിരിക്കുന്ന അനുഭവത്തിന്റെ അടുത്ത റെലമിലോട്ടൊന്ന് കയറി ഇന്ന് ഈ ഉപവാസ പ്രാർത്ഥനയുടെ അവസാനത്തെ രാത്രിയാ മോളെ ട്രാൻസ്ലേറ്റ് ചെയ്യുന്ന മോളെ ദൈവാത്മാവ് ഞാൻ അങ്ങ് നിയോഗം കൊണ്ട് ഞാൻ ഇങ്ങനെ അങ്ങ് പോവുകയാണ് കേട്ടോ. ഹല്ലേലൂയ. അങ്ങനെ അടുത്ത റെലമിലോട്ട് അങ്ങ് പോവുകയാ. അതുകൊണ്ട് ഹല്ലേലൂയ ഇന്ന് രാത്രി വിടുതൽ ഏറ്റെടുത്തോണം. ദൈവത്തിന് സ്വന്തം ഇനി അത് പറഞ്ഞുകൊണ്ടിരിക്കാൻ ഇടയാകരുത്. ഇന്ന് രാത്രി ആ വിഷയത്തിന് മറുപടി വാങ്ങിച്ചോണം. അങ്ങനെ പ്രാർത്ഥിച്ച് ജയമെടുക്കണം. हालेलुया। आज रात को परमेश्वर की आत्मा जो है, परमेश्वर की आत्मा परमेश्वर की उपस्थिति में कुछ भी छुपा हुआ नहीं है। हालेलुया। आज रात के समय हम आजादी पाना है, छुटकारा पाना है, हम जो है परमेश्वर से बोए जाना है, हालेलुया पुनर्स्थापित होना है, परमेश्वर के निकट आना है। रोमियो का पत्री में, हालेलुया रोमियो का पुस्तक 8 अध्याय का 2 में लिखा है, जीवन का प्रमाण जो है ये दिनों में हम अनुभव करना, वो तेजों में परमेश्वर की महिमा को जो है हम पाना है। उसके लिए रुकावट बना हर एक निराशा हमारे जीवन से जो है दूर होना है। परमेश्वर की उपस्थिति अनुभव करने के लिए आत्मा का अगला रेलम में जो है हम हालेलुया जाने के लिए आज रात उपवास प्रार्थना का आखिरी रात है। इसके लिए जो है हालेलुया हम परमेश्वर के सम्मुख छुटकारा पाके ही जाना, परमेश्वर की उपस्थिति से पाकर ही जाना है। എല്ലാവർക്കും അല്പസമയം ഒന്ന് ആരാധിക്കാൻ ദൈവസന്നിധിയിലേക്ക് വിട്ടുകൊടുക്കുക. കർത്താവിനോട് പറ, ദൈവത്തിന് പരിശുദ്ധാത്മാവെ എന്നോടൊരു പ്രവൃത്തി ചെയ്യണം. ഇന്ന് രാത്രിയിൽ നിങ്ങളായിരിക്കുന്ന ടൈം സോൺ ഏതാണോ ആ ടൈം സോണിൽ ഇരുന്ന് പറ, എനിക്ക് ഇപ്പോൾ ഒരു ദൈവമഹത്വം വേണം, എനിക്ക് ദൈവ പ്രവൃത്തി വേണം, വേറെ എനിക്ക് ഒന്നും വേണ്ട, ഞാൻ അത് മാത്രമേ കൊതിക്കുന്നുള്ളൂ. അങ്ങയുടെ മഹത്വം എന്നിലൊന്ന് നിറയണം, എനിക്ക് വേറെ ആഗ്രഹങ്ങളൊന്നുമില്ല കർത്താവേ. അപ്പാ, ഇഫ് യു ആർ വിത്ത് മീ ഐ ഹാവ് എവറിത്തിങ്. നീ എൻ്റെ കൂടെ ഉണ്ട്, എനിക്ക് എല്ലാം ഉണ്ട് അപ്പാ. ഒന്ന് പറ, എൻ്റെ അപ്പൻ്റെ സാന്നിധ്യത്തിന്റെ ആഴങ്ങളിലേക്ക് എനിക്ക് കയറി നിൽക്കണം. കർത്താവിന് സ്തോത്രം. ഞാൻ നിങ്ങളോടൊന്ന് പറയാം, നിങ്ങളെ വ്യത്യസ്തനാക്കുന്നത്, നിങ്ങളെ യൂണീക്ക് ആക്കുന്നത് നിങ്ങളിൽ വ്യാപരിക്കുന്ന ദൈവശക്തിയാണ്. हालेलुया। स्तुतियो। हालेलुया। आज रात के समय जो है हम हालेलुया आराधना करते रहे, परमेश्वर से कहे, प्रभु तू मुझ में एक कार्य करे। आज रात के दिन हालेलुया रात के समय तेरा कार्य मेरे जीवन में, मेरे व्यक्तिगत जीवन में जो है जरूरत है। हालेलुया। यदि आप मेरे साथ है, इफ यू आर विथ मी, आप मेरे साथ है तो मेरे पास सब कुछ है। हालेलुया। और आपको जो है अलग बनाने वाला, आपको यूनिक बनाने वाला परमेश्वर का एक हालेलुया सामर्थ्य है, परमेश्वर की आत्मा है, परमेश्वर का अभिषेक है जो आपको अलग करता है। നിങ്ങളിൽ നിറഞ്ഞു നിൽക്കുന്ന ദൈവസാന്നിധ്യം നിങ്ങളെ വ്യത്യസ്തരാക്കും. और आपके भीतर जो परमेश्वर की उपस्थिति है आपको वो यूनिक बनाती है, अलग बनाती है। നിങ്ങൾ എവിടെ നിന്നാലും എവിടെ പോയാലും ഏത് സ്ഥലത്തിൽ നിന്നാലും എന്റെ ജീവിതത്തിൽ എനിക്ക് പറയാനുള്ളത് ആ ഒറ്റ കാര്യമുള്ളൂ, നമ്മളെ ഒരു തേജസ്സിന്റെ അനുഭവത്തിലേക്ക് ദൈവം നടത്തും. और मुझे मेरे जीवन में एक ही बात कहना है, आप किस स्थान में है, जहां कहीं भी आप जाते हैं वहां पर हमें अलग करने वाला, हमें तेज देने वाला परमेश्वर की उपस्थिति है। പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നമുക്ക് നമ്മുടെ തീം എന്ന് പറയുന്നത് തന്നെ പ്ലാന്റഡ് അഗെയിൻ ആണ്. और हमारा जो थीम है इस उपवास प्रार्थना का फिर से बोया जाना, प्लांटेड अगेन है। ഞാൻ വിശ്വസിക്കുന്നു കഴിഞ്ഞ 2 ദിവസങ്ങളിൽ ദൈവാത്മാവ് കൃത്യമായ ആ തീമിൽ നിന്നും ആഴമായി നമ്മോട് സംസാരിച്ചുവെന്ന്. और मैं विश्वास करती हूँ कि पिछले 2 दिन रात जो है उस थीम से जुड़े परमेश्वर की आत्मा ने हमसे बातें किया। എത്ര പേർക്ക് ആഗ്രഹമുണ്ട് ഇന്ന് രാത്രിയിൽ ഒരു റിസ്റ്റോറേഷൻ ആവശ്യമുണ്ട്? ഐ വാണ്ട് ടു ഹാവ് എ റിസ്റ്റോറേഷൻ. और कितने लोग आग्रह करते आज रात, प्रभु मुझे रिस्टोर करे, मुझे हालेलुया पुनर्स्थापित करे। ദൈവം നിന്റെ ജീവിതത്തിൽ ഒരു റിസ്റ്റോറേഷൻ നടത്തുന്ന രാത്രിയായിരുന്നു. और परमेश्वर आपके जीवन में एक रिस्टोरेशन करने वाला रात है आज। നിങ്ങൾക്ക് വീഡിയോ ഓൺ ആക്കാൻ കഴിയുന്നവരെല്ലാവരും വീഡിയോ ഓൺ ആക്കണം. और जितने लोग वीडियो ऑन कर सकते हैं मैं रिक्वेस्ट करूंगी कि आप वीडियो ऑन करें। ഹല്ലേലൂയ. നിങ്ങൾക്ക് ജീവിതത്തിൽ ഇന്ന് രാത്രി നിങ്ങളുടെ ചാൻസ് ആണെന്ന് ഏറ്റെടുത്ത് ആ ഒരു ദൈവിക മഹത്വം സ്വീകരിക്കണം. और आज आपका चांस है करके आप जो स्वीकार करके हालेलुया परमेश्वर की महिमा को पाना है। എനിക്കിവിടെ ഭയങ്കര ദൈവ തേജസ് മുറിക്കകത്ത് ഇങ്ങനെ നിറഞ്ഞു നിൽക്കുന്ന ഒരു അനുഭവമാണ്. और मैं इस कमरे में जहां पर बैठी हूँ परमेश्वर की उपस्थिति को मैं अनुभव कर रही हूँ। ഓഫ്ലൈൻ മീറ്റിങ്ങുകളിൽ അങ്ങനെ ദൈവ മഹത്വം എപ്പോഴും ദൈവകൃപയാൽ ശുശ്രൂഷകൾ അനുഭവിക്കാറുണ്ട്.
और ऑफलाइन मीटिंग में हमेशा परमेश्वर की उपस्थिति सेवकाइयों में अनुभव करती हूँ. ഓൺലൈൻ മീറ്റിങ്ങുകളിലും അത് അനുഭവിക്കാറുണ്ട്. അനേക സ്ഥലങ്ങളിലും അതിന്റെ റിസൾട്ട് കണ്ടിട്ട് അനേകർ എന്നെ വിളിക്കാറുണ്ട്. ദൈവമഹത്വം അവരുടെ മേൽ ഇറങ്ങിയതും എത്രയോ ദൂരത്ത് അത് ക്ലാസ്സുകളിൽ പോലും ദൈവമഹത്വം ഇറങ്ങിയ അനേക ജീവിത അനുഭവങ്ങൾ എനിക്കുണ്ട്. और ऑनलाइन मीटिंग में वगैरह क्लास में भी मैंने कई लोगों से हालेलुया ये सुना है कि मीटिंग में जो है परमेश्वर की महिमा उतरा है करके उनके जुबान सुनने के लिए परमेश्वर ने अवसर दिया. കോവിഡിന് മുമ്പ് 2019 കർത്താവിന് സ്തോത്രം ഒരു ഇന്റർനാഷണൽ സെമിനാരിയിൽ എന്നെ പഠിപ്പിക്കാനായിട്ട് വിളിച്ചു. ന്യൂ ടെസ്റ്റ്മെന്റിന്റെ എന്റെ MDG ന്യൂ ടെസ്റ്റ്മെന്റിനകത്തായിരുന്നു. അങ്ങനെ കർത്താവിന് സ്തോത്രം ഒരു സെമിനാരിയിൽ പഠിപ്പിക്കുവാനായിട്ട് വിളിച്ചു 19-20 കാലഘട്ടത്തിൽ. 2019-20 वर्ष में मुझे इंटरनेशनली एक क्लास में न्यू टेस्टमेंट, क्योंकि MTH लिया है न्यू टेस्टमेंट में सिखाने के लिए, नया नियम सिखाने के लिए एक क्लास में बुलाया. ആ ക്ലാസ്സില് ദൈവത്തിന് സ്തോത്രം മലയാളികളൊന്നും ഇല്ലായിരുന്നു. എല്ലാം വിദേശത്തു നിന്നുള്ള ആളുകൾ. പ്രത്യേകിച്ചും അത് കോളേജ് നടത്തിയത് തന്നെ മലേഷ്യയിൽ നിന്നുള്ളൊരു സെമിനാരി ആയിരുന്നു. കൂടുതൽ സ്റ്റുഡൻസും ആഫ്രിക്കൻ കോണ്ടിനെന്റിൽ നിന്നുള്ളവരായിരുന്നു. और वो जो मीटिंग था वो क्लास में कोई भी मलयाली लोग नहीं था. वो क्लास में मलेशिया में वो सेमिनारी था और वहां पर ज्यादातर जो है अफ्रीका से लोग थे. ഏകദേശം 40 മിഷണറിമാര് ആഫ്രിക്കയിലെ ഒരു രാജ്യത്തു നിന്ന് തന്നെ ഉണ്ടായിരുന്നു. और केवल अफ्रीका उस राज्य से ही 40 से अधिक मिशनरी लोग थे. പാകിസ്ഥാനിൽ നിന്ന്, അഫ്ഗാനിസ്ഥാനിൽ നിന്ന്, ഇന്തോനേഷ്യ നിന്ന്, ദൈവത്തിന് സ്വന്തം ഏഷ്യൻ കൺട്രീസിൽ നിന്ന്, യൂറോപ്പിൽ നിന്ന്, അനേക സ്ഥലങ്ങളിൽ, അനേക കോണ്ടിനെന്റിൽ നിന്ന്, ഓസ്ട്രേലിയയിൽ നിന്ന് അനേകരെ കർത്താവിന് സ്തോത്രം ദൈവാത്മാവ് കൂട്ടിക്കൊണ്ടുവന്നു. और उस जो क्लास में जो है पाकिस्तान से लोग थे, अफगानिस्तान से थे, इंडोनेशिया से थे, ऑस्ट्रेलिया से, यूरोप के और अलग अलग कॉन्टिनेंट से लोगों को जो है परमेश्वर ने उस क्लास में लेके आए. ആ ക്ലാസ്സിൽ പഠിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഞാൻ വ്യക്തമായിട്ട് എന്റെ കണ്ണിന് മുമ്പിൽ കണ്ടു, വചനം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ദൈവിക സൗഖ്യം വ്യാപരിക്കുന്നു. और उस क्लास में मैंने अनुभव किया कि जैसे मैं परमेश्वर का वचन बता रही थी, परमेश्वर का चंगाई लोग अनुभव कर रहे थे. ഇന്ന് രാത്രി നിങ്ങൾ ആയിരിക്കുന്ന അനുഭവത്തിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നിങ്ങളെ തൊട്ട് സംസാരിക്കും. और आज रात को आप जो अनुभव में आपको टच करके परमेश्वर की आत्मा बातें करेगी. നിങ്ങളെ ബാധിച്ചിരിക്കുന്ന ചില വിഷയങ്ങൾ ഇന്ന് രാത്രി അഴിഞ്ഞു മാറും. അതിന്മേൽ ദൈവം ജയം തരും. വിശ്വസിക്കുന്നവർ മാത്രം കരമെടുത്ത് ദൈവത്തെ ആരാധിച്ചാട്ടെ. और आप जिस भी हालात में, जो भी समस्या में परमेश्वर की आत्मा उससे आपको छुटकारा देगी. विश्वास करने वाले लोग ताली बजा के प्रभु को धन्यवाद दे. മുംബൈ എന്ന് പറയുന്നത് എന്നെ സംബന്ധിച്ചിടത്തോളം വലിയൊരു അത്ഭുത പ്രവൃത്തിയുടെ ദേശമാണ്. मुंबई जो है मैं समझती हूँ कि एक बड़ा अद्भुत कार्य चलने वाला एक देश है. എന്റെ പപ്പ അവിടെ ഇന്ത്യൻ റെയിൽവേ ജോലി ഉണ്ടായിരുന്നു. और मेरे पिताजी वहां पर इंडियन रेलवे में काम करते थे. എന്റെ പപ്പായും മമ്മിയും മുംബൈയിൽ താമസിച്ചതാണ്. और मेरे पापा मम्मी जो है मुंबई में रह चुके हैं. അത് കഴിഞ്ഞ് പപ്പായിക്ക് ദൈവം വിദേശത്ത് ജോലി കൊടുത്തു. പിന്നെ അങ്ങനെ ഒരു അനുഭവമായിരുന്നു. അത് കഴിഞ്ഞ് എന്റെ സഹോദരങ്ങൾ 3 പേരും മുംബൈയിലുണ്ടായിരുന്നു. और मेरे पिताजी को उसके बाद जो है विदेश में नौकरी मिला और मेरे तीनों भाई जो है मुंबई में थे. എന്റെ സഹോദരി SNDT യൂണിവേഴ്സിറ്റി കർത്താവിന് സ്തോത്രം ചർച്ച് ഗേറ്റിലെ SNDT യൂണിവേഴ്സിറ്റിയിൽ നിന്ന് MSc നഴ്സിംഗ് റാങ്ക് ഹോൾഡർ ആയിരുന്നു. और मेरी सिस्टर जो है चर्च गेट के SNDT जो कॉलेज में, जो नर्सिंग कॉलेज में रैंक होल्डर थी. അങ്ങനെ ഒരു ഒത്തിരി വിടുതലുകളുടെയും അത്ഭുതങ്ങളുടെയും ദൈവപ്രവർത്തികളുടെയും ഒരു ദേശമാണ് മുംബൈ. और वैसे ही परमेश्वर का एक बड़ा छुटकारा, अद्भुत कामों का एक देश, जगह है, शहर है मुंबई. ഞാൻ മാത്രം മുംബൈയിൽ താമസിക്കുവാനോ അല്ലെങ്കിൽ അവിടെ അങ്ങനെ ഒരു അനുഭവം, ഇവരൊക്കെയും അവിടെ താമസിച്ചു, ജോലി ചെയ്തു, പഠിച്ചു, അങ്ങനെയൊക്കെയുള്ള അനുഭവം 3 പേർക്കും ഉണ്ടായിരുന്നു. എനിക്ക് അങ്ങനെ ഒരു അനുഭവം ഉണ്ടായില്ല. और मेरे भाई बहन माता पिता जो है मुंबई में काम करने के लिए, वापस सेवकाई करने के लिए सब हुआ, लेकिन मुझे ऐसा एक अनुभव नहीं मिला. അങ്ങനെ ഞാനും പ്രാർത്ഥിച്ചു, കർത്താവ് എനിക്ക് ഈ മുംബൈ ഒന്ന് കാണണല്ലോ. ഇവരെല്ലാം ഈ പറയുന്ന മുംബൈ ഞാൻ മാത്രം കണ്ടിട്ടില്ല, എനിക്കൊന്ന് കാണല്ലോ എന്ന് ഇങ്ങനെ ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. और मैं प्रार्थना करते रही, प्रभु ये लोग जो बात कर रहे हैं वो मुंबई मुझे भी देखना है करके. ഇപ്പോഴും എന്റെ പപ്പായുടെ സിസ്റ്റർ ഫാമിലിയും ഹല്ലേലൂയ ഫോർ ബംഗ്ലാവിലുണ്ട്. ഹല്ലേലൂയ അന്തേരിയില്. പിന്നെ എന്റെ ബ്രദറിന്റെ ഫാമിലി അവിടെയുണ്ട്. ബ്രദർ വീട് വെച്ചിട്ടുണ്ട് അവിടെ ഉണ്ട്. അങ്ങനെ ഒരു ദൈവത്തിന് സ്തോത്രം. എല്ലാവർക്കും അങ്ങനെയുള്ള അനുഭവങ്ങൾ അവിടെയുണ്ട്. എന്റെ അങ്കിൾ അവിടെയുണ്ട്. എല്ലാവരും അവിടെ ബോംബെയിലുണ്ട്. ന്യൂ ബോംബെയിലും ഓൾഡ് ബോംബെയിലുമായിട്ട് പലരും ഉണ്ട്. റിലേറ്റീവ്സ് ഒത്തിരി ഉണ്ട്. കർത്താവിന് സ്വന്തം 2016 ദൈവം പ്രാർത്ഥന കേട്ടു.
और मेरे पापा का सिस्टर जो है फोर बंगला अंधेरी में है रहते हैं, और मेरा ब्रदर जो है वो भी वहां पर रहते घर बनाया है। मेरा अंकल भी वहां पर है न्यू बॉम्बे में वगैरह, बहुत सारे मेरे रिलेटिव्स है। और परमेश्वर ने मेरी प्रार्थना जो मुंबई में जाना है वो प्रार्थना 2016 में सुना, അതൊരു വലിയ ദൈവ വിടുതലിന്റെ ദിനരാത്രങ്ങളായിരുന്നു. और वो बड़ा छुटकारे का दिन और रात थे। ഒരു മെസ്സേജിനായിട്ട് എന്നെ ചർച്ച് ഓഫ് ഗോഡിന്റെ ഒരു മീറ്റിങ്ങിനായിട്ട് വിളിച്ചു. അവർ വലിയൊരു അനുഗ്രഹിക്കപ്പെട്ട മീറ്റിംഗ് ആയിരുന്നു. ആ മീറ്റിംഗിൽ വെച്ച് തന്നെ ദൈവാത്മാവ് ഒരു മനുഷ്യനൊരു കണക്ഷൻ കൊടുത്തു. മുംബൈയിലേക്ക് ഒരു ചർച്ചിലേക്ക് ഒരാഴ്ചത്തെ ഫാസ്റ്റിംഗ് പ്രയറിന് 14 സെക്ഷൻസിൽ ദൈവത്തിന്റെ വചനം പ്രസംഗിക്കാനായിട്ട് എന്നെ വിളിച്ചു. और वो परमेश्वर ने जो अवसर दिया चर्च ऑफ गॉड में एक कलीसिया में मुंबई में जो है वचन सुनाने के लिए था। वो एक सप्ताह वहां पर हालेलुया वचन सुनाया और 14 सेशंस वहां पर हुए। उसके बाद हालेलुया वहां के एक ब्रदर ने जो है मुझे मीटिंग के लिए बुलाया। वो मीटिंग भी बहुत आशीष का कारण बना। അന്നേരമാണ് പ്രിയ സണ്ണി പാസ്റ്ററെ പരിചയപ്പെടുവാനും സണ്ണി പാസ്റ്റർ ചർച്ചിലേക്ക്, അതൊരു വലിയ അനുഗ്രഹിക്കപ്പെട്ട മീറ്റിംഗ് ആയിരുന്നു. ആ ഒരു സ്കൂളിൽ വെച്ച് നടന്ന മീറ്റിംഗ്, ദൈവത്തിന് സ്തോത്രം, അതിലേക്ക് എന്നെ ക്ഷണിക്കുവാനിടയായി. और उसी दौरान जो है मैं सन्नी पास्टर से पहचान हुआ और उनके स्कूल में जो है आराधना में शामिल होने के लिए प्रभु ने अवसर दिया। वो भी एक बड़ा आशीष का कारण था। അങ്ങനെയാണ് മുംബൈയുമായിട്ടുള്ള ബന്ധം. और ऐसा मुंबई के साथ मेरा संबंध है। എന്നെ സംബന്ധിച്ചോളം മുംബൈ ദൈവപ്രവൃത്തിയുടെ നഗരമാണ്. और जितना मैं जानती हूँ मुंबई जो है परमेश्वर का कार्य का एक देश है। ഇന്ന് നിങ്ങളിൽ ഒരു ദൈവപ്രവൃത്തി നടക്കാൻ പോവാ. आज रात को आप में एक परमेश्वर का कार्य होने वाला है। വിശ്വസിക്കുന്നവർ മാത്രം ഒന്ന് കരമടിച്ച് ദൈവത്തിന് സ്തോത്രം പറഞ്ഞു. विश्वास करने वाले ही ताली बजा के प्रभु को स्तोत्रम स्तुति करे। ഏത് രാജ്യമാകട്ടെ ഏത് ദേശമാകട്ടെ ദൈവത്തിന്റെ വചനം ആര് വിശ്വസിക്കുന്നു അവിടെ വിടുതല. और कौन सा भी राज्य क्यों ना हो, देश क्यों ना हो, जहां पर परमेश्वर का वचन पर विश्वास करते वहां पर छुटकारा है। ഞങ്ങളുടെ കുടുംബമായി മിഷണറി യാത്രകൾക്കായി വിവിധ സ്ഥലങ്ങളിൽ കടന്നു പോകുന്നവരാണ്. और हम परिवार समेत जो है मिशनरी यात्राओं में जो है कई जगहों में जाते हैं। ഞങ്ങൾ ഇവിടെ തടിയൂര് IPCയിലെ മെമ്പേഴ്സ് ആണ്. എന്നാൽ ഞങ്ങൾ കഴിഞ്ഞ 25 വർഷമായി റാന്നിയിലുള്ള ഫാദേഴ്സ് ഹൗസ് എന്നൊരു ബൈബിൾ കോളേജിന്റെ ഉത്തരവാദിത്തങ്ങളിലും അതിന്റെ ടീച്ചിങ്ങിലും അതിന്റെ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ടായിരിക്കുന്നു. हम यहाँ पर तड़ियूर में जो है IPC कलीसिया के साथ जुड़े थे। फिर पिछले 25 साल से जो है फादर्स हाउस चर्च में सेवकाई और टीचिंग करते हुए हम चल रहे हैं। അതേസമയം തന്നെ പല സ്ഥലങ്ങളിലും ബൈബിൾ കോളേജിൽ പഠിപ്പിക്കുന്നു. ഇപ്പോഴും കർത്താവിന്റെ ദാസന്റെ ബൈബിൾ കോളേജിൽ പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് സൺഡേ രാത്രിയിൽ ഓൺലൈനായിട്ട് ബൈബിൾ കോളേജിൽ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. और कई जगहों में जो है हम बाइबल क्लास लेते हैं। अभी भी इस वक्त मेरे हस्बैंड जो है बाइबल क्लास ऑनलाइन जो है सिखा रहे हैं। പ്രൈസ് ദി ലോർഡ്. കർത്താവിന്റെ സ്തോത്രം. എത്ര പേർ വിശ്വസിക്കുന്നു എനിക്കൊരു റിസ്റ്റോറേഷൻ വേണം, ഒരു റിസ്റ്റോറേഷൻ വേണം? कितने लोग विश्वास करते हैं कि मुझे एक रिस्टोरेशन पुनर्निर्माण की जरूरत है? എന്നെ കാണിച്ച ഒരു ദൈവിക വെളിപ്പാട്, ശുശ്രൂഷയിലായിരിക്കുന്ന ചിലർക്ക് ദൈവത്തിന് സ്തോത്രം അടുത്ത റലം ഒരു ശുശ്രൂഷയിലേക്ക് ദൈവത്തിന്റെ ആത്മാവിന്റെ റിസ്റ്റോറേഷൻ നടക്കാൻ പോവാം. और परमेश्वर ने मुझे बताया वो प्रकटीकरण है ये है कि जो सेवकाई में है उन लोगों को परमेश्वर अगले रैलम का एक सेवकाई के लिए तैयार कर रहे हैं। എത്ര പേർ ഏറ്റെടുക്കും എനിക്ക് അടുത്ത തലത്തിൽ ഒരു ശുശ്രൂഷയിലേക്ക് എനിക്ക് മുന്നേറണം? कितने लोग ये स्वीकार करेंगे, रिसीव करेंगे कि अगला लेवल जो है आत्मा सेवकाई में मुझे चढ़ना है। നമ്മളുടെ തീം എന്ന് പറയുന്നത് ഇരമ്യാവിന്റെ പുസ്തകമാണ്. हमारा जो थीम है इरमिया का पुस्तक है। ഈ പുസ്തകം എന്ന് പറയുന്നത് റിസ്റ്റോറേഷന്റെ പുസ്തകമാണ്. और ये पुस्तक जो है पुनर्निर्माण का पुस्तक है। ഹല്ലേലൂയ. അവന്റെ ഐഡന്റിറ്റിയോ ജെറമ്യായുടെ ഐഡന്റിറ്റിയോ ജെറമ്യായുടെ വലിപ്പം ഒന്നുമല്ല അവിടെ വിഷയം. ദൈവ മഹത്വമാണ് ഇരമ്യാ പ്രവചന വിഷയം തന്നെ. और यिर्मयाह नबी का जो है पहचान वहां पर विषय नहीं है, परमेश्वर का छुटकारा पुनर्निर्माण जो है वहां पर विषय है। ഈ ഒരു പുസ്തകത്തിൽ നിന്നും ഹല്ലേലൂയ ദൈവകൃപയാല് കൺവെൻഷനുകൾക്ക് ഹല്ലേലൂയ പ്രസംഗിക്കുവാൻ ദൈവം എന്നെ ഉപയോഗിച്ചിട്ടുണ്ട്. അതൊക്കെ എന്റെ ജീവിതത്തിൽ വലിയ വിടുതലിന്റെയും ദൈവമഹത്വത്തിന്റെയും സാക്ഷ്യങ്ങളായിരുന്നു. और ये पुस्तक से जो है परमेश्वर ने मुझे कई बार सेवकाई करने के लिए जो है तैयार किया। वो सब मेरे जीवन में आशीष का और गवाही का विषय बना। ഇന്ന് നമ്മൾ
ചിന്തിക്കുന്ന തീമുമായിട്ട് കണക്ഷൻ ഉള്ള ചില വിഷയങ്ങൾ ആഴത്തിൽ നമുക്ക് പോകും. എന്നാൽ നമ്മൾ ഇന്ന് ചിന്തിക്കുന്ന കോണ്ടെക്സ്റ്റ്, ആ ബാക്ക്ഗ്രൗണ്ടിലേക്ക് നമുക്കൊന്ന് പോകാം. ആഴത്തിൽ നമുക്ക് ദൈവത്തിന്റെ ധ്യാനത്തിലേക്ക് പോകണം. എന്നെ ഒന്ന് ഹെൽപ്പ് ചെയ്യണം, വചനം വായിച്ച് ഹെൽപ്പ് ചെയ്യുക. കർത്താവിന് സ്തോത്രം. നമ്മൾ ആദ്യം വായിക്കാൻ പോകുന്നത് നമ്മുടെ കീ വേഴ്സസ് ആണ്, നമ്മുടെ കുറിവാക്യമാണ്. ജെറമായ 24:6-7. सबसे पहले जो है हम यिर्मयाह का पुस्तक 24 अध्याय और 6 और 7 वचन से जो है वचन मनन करेंगे, लेकिन हम बैकग्राउंड और कॉन्टेक्स्ट भी देखेंगे. मैं चाहती हूँ कि मलयालम में जो है कोई भी वचन पढ़कर मुझे सहायता करे. यिर्मयाह 24:6-7 मलयालम में कोई पढ़िए जल्दी से. ഞാൻ എന്റെ ദൃഷ്ടി നന്മയ്ക്കായി അവരുടെ മേൽ വെച്ച് അവരെ ഈ ദേശത്തേക്ക് വീണ്ടും കൊണ്ടുവരും. ഞാൻ അവരെ പണിയും, പൊളിച്ചു കളയുകയില്ല. അവരെ നടും, പറിച്ചു കളയുകയുമില്ല. ഞാൻ യഹോവ എന്ന് എന്നെ അറിയുവാൻ തക്ക ഹൃദയം ഞാൻ അവർക്ക് കൊടുക്കും. അവർ എനിക്ക് ജനമായും ഞാൻ അവർക്ക് ദൈവമായിരിക്കും. അവർ പൂർണ്ണ ഹൃദയത്തോടെ എന്നിലേക്ക് തിരിയും. പ്രൈസ് ദി ലോർഡ്. ഇതാണ് നമ്മളുടെ തീം. और हमारा थीम जो है अभी पढ़ा हुआ वचन है, വീണ്ടും കൊണ്ടുവരും, फिर से लौट लेके आएंगे. ഞാൻ അവരെ വീണ്ടും പണിയും, मैं उन्हें निर्माण करूंगा, ഞാൻ അവരെ നടും, मैं उन्हें बोऊंगा, ഞാൻ അവർക്ക് എന്നെ അറിയുവാൻ തക്ക ഹൃദയം കൊടുക്കും, और मुझे जानने के लिए एक कृपा उन्हें दूंगा. അവർ എനിക്ക് ജനമായിരിക്കും, वे मेरी प्रजा ठहरेंगे, ഞാൻ അവർക്ക് ദൈവമായിരിക്കും, मैं उनका परमेश्वर ठहरूंगा. അവർ പൂർണ്ണ ഹൃദയത്തോടെ എങ്കിലേക്ക് തിരിയും, वे पूरे मन से मेरी ओर फिरेंगे. ഇതിനൊക്കെ അർത്ഥമെന്തുവാണ്? ഒരു ഭാഗത്ത് നിന്ന് തിരിച്ചു വരികയാണ്. और इसका अर्थ क्या है? एक जगह से जो है रिटर्न लौट आ रहे हैं. 29-ാം അധ്യായത്തിലേക്ക് നമ്മുടെ ശ്രദ്ധയൊന്നിരിക്കാം. और चैप्टर 29 में जाएंगे हम. അതിന്റെ 10 മുതൽ 19 വരെയുള്ള വാക്യം നിങ്ങൾ എഴുതിയെടുക്കണേ. 10 മുതൽ 19 വരെയുള്ള വാക്യങ്ങൾ. 29 का 10 से लेके 19 तक लिखे. ഇതും റിസ്റ്റോറേഷൻ ആണ്. ये भी जो है पुनर्निर्माण का एक विषय है. ഇതുപോലെ ഇവിടെ പറഞ്ഞിരിക്കുന്നത് പോലെ തന്നെ കർത്താവിന്റെ സ്തോത്രം 5-ാം വാക്യത്തിൽ നാം 24:5 വായിക്കുന്നു. അത്തിപ്പഴത്തിന്റെ അനുഭവങ്ങൾ നമുക്കറിയാം. നല്ല അത്തിപ്പഴവും ചീത്ത അത്തിപ്പഴവും. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. യിരെമ്യാവിനൊരു ദർശനത്തിൽ 2 കുട്ട അത്തിപ്പഴം കാണിക്കുകയാണ്, നല്ല അത്തിപ്പഴവും ചീത്ത അത്തിപ്പഴവും. और अब ये जो 29 जो अध्याय 10 का 10 से लेके 19 तक जो है पुनर्निर्माण का विषय, वही चैप्टर 24 का 5 अंजीर, अच्छे अंजीर और बुरे अंजीर के विषय में यिर्मयाह ने एक दर्शन देखा. അത് തന്നെ 29-ാം അധ്യായത്തിലേക്ക് മടങ്ങി വരുമ്പോൾ പിന്നെയും കാണിക്കുന്നു. और वही चीज जो है चैप्टर 29 में भी बताया है. 17-ാം വാക്യത്തിൽ 17 वचन में അതേ സൈന്യങ്ങളുടെ യഹോവ ഇപ്രകാരം വിളിച്ചു, ഇതാ ഞാൻ അവർക്ക് വാളും ക്ഷാമവും മഹാമാരിയും അയച്ചു, എത്രയും ആകാത്തതും തിന്നുകൂടാതെ വണ്ണം ചീത്തയുമായ അത്തിപ്പഴത്തിന് അവരെ സമമാക്കും. और वहां पर लिखे, सुनो मैं उनके बीच में तलवार चलाऊंगा, महंगाई करूंगा और मरी फैलाऊंगा और उन्हें ऐसे घिनौने अंजीरों के समान करूंगा जो निकम्मे होने के कारण खाए नहीं जाते. പ്രവാസത്തിലേക്ക് പോയ ഒരു കൂട്ടം, പ്രവാസത്തിലേക്ക് പോകാത്ത ഒരു കൂട്ടം. एक समूह जो गुलामी में नहीं है और एक समूह जो गुलामी में है. എന്നാൽ പ്രവാസത്തിലേക്ക് പോയവർ പാപത്തിലായി പോയെന്ന് ചിന്തിക്കുന്ന ഒരു കൂട്ടരാണ് പ്രവാസത്തിലേക്ക് പോകാത്തവർ. और जो गुलामी में गया हुआ लोग पाप में है करके ऐसे सोचने वाला है एक समूह जो गुलामी में नहीं है. എന്നാൽ പ്രവാസത്തിലേക്ക് പോയതിനെ ദൈവം സ്പർശിച്ചു, ദൈവം അവരെ മടക്കിക്കൊണ്ടുവരിക പുതിയ ഹൃദയത്തോടെ. लेकिन हम देखते हैं कि जो गुलामी में गया परमेश्वर उनको लौटा के लेके आ रहे एक न्यू हार्ट, एक नया हृदय के साथ. യിരെമ്യാവ് പ്രവചനം 29:10 ഇങ്ങനെ വായിക്കുന്നു. और यिर्मयाह 29 का 29 का 10 में लिखा है, ബാബേലിലെ 70 സംവത്സരം കഴിഞ്ഞ ശേഷമോ ഞാൻ നിങ്ങളെ സന്ദർശിച്ച് ഈ സ്ഥലത്തേക്ക് മടക്കി വരുത്തുമെന്ന് നിങ്ങളോടുള്ള എന്റെ വചനം ഞാൻ നിവർത്തിക്കുകയുള്ളൂ. यहोवा यो कहता है कि बेबीलोन के 70 वर्ष पूरे होने पर मैं तुम्हारी सुधि लूंगा और अपना ये मन भावना वचन की मैं तुम्हें इस स्थान में लौटा ले आऊंगा, पूरा करूंगा. നിങ്ങളുടെ ശുഭഭാവിയെ പറ്റിയുള്ള എന്റെ നിരൂപണങ്ങൾ തിന്മയ്ക്കല്ല, അത് നന്മയ്ക്കുള്ളതാ. और जो भी मैं कल्पनाएं तुम्हारे विषय में करता हूँ वो हानि के लिए नहीं है, कुशल की है. 12-ാം വാക്യം, നിങ്ങൾ എന്തോ ചെയ്യണം, എവിടെയായിരിക്കുന്നു, എവിടെ വീണു പോയോ, ഏത് പ്രശ്നം വന്നോ അവിടുന്ന് എന്തോ എടുക്കണം,
ദൈവസന്നിധിയിലേക്ക് കടന്നു വന്ന നെടുമ്പാട് വഴി ഇപ്പോൾ നാം ചെയ്യുന്ന അതാണ്. ഉപവാസത്തോടെ പ്രാർത്ഥനയോടെ ദൈവസന്നിധിയിൽ വന്ന് പറയണം, കർത്താവേ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഇതാരാ പറഞ്ഞത്? ഒരാൾ പറഞ്ഞ്, ആരാ അങ്ങനെ ചെയ്തത്? രമ്യ പ്രവചന വചനം ധ്യാനിച്ച് യെരൂശലേമിന്റെ ശൂന്യാവസ്ഥ 70 വർഷം കൊണ്ട് തീരുമെന്ന് ഗ്രഹിച്ച പ്രവാചകൻ ആരാ? ദാനിയേൽ പ്രവാചകൻ. പ്രവാസത്തിരുന്നപ്പോൾ 9-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ താൻ ദൈവസന്നിധിയിൽ നെടുമ്പാട് വീഴുവാൻ തുടങ്ങി, പ്രാർത്ഥിക്കുവാൻ തുടങ്ങി, കരയുവാൻ തുടങ്ങി. ഹല്ലേലൂയ! ദൈവം തന്നെ ദൂതനെ ദാനിയേലിലേക്ക് അയക്കുന്നു. और हम देखते हैं कि 12 पद में लिखा है कि वो हालेलुया प्रार्थना कर रहे, परमेश्वर को पुकार रहे कि हमसे कहां पर गलती हो गई, हमें क्षमा करे, हमें लौटा के लेकर आए। और हम देखते हैं कि हालेलुया यिर्मयाह ने जो भविष्यवाणी किया 70 वर्ष का गुलामी, हालेलुया दानियेल का 9वां अध्याय में लिखा है कि उपवास और प्रार्थना के साथ दानियेल परमेश्वर के सम्मुख रो रहा है, प्रार्थना कर रहा है, हमारी गलतियों को क्षमा करे, हमारे पापों को से छुटकारा दिलाए। परमेश्वर एक स्वर्गदूत को बेचता है। ദാനിയേൽ പ്രവചനം 9-ാം അധ്യായത്തിൽ 2-3 വാക്യങ്ങൾ നാം വായിക്കുമ്പോൾ, दानियेल का किताब 9 अध्याय उसका 2-3 वचन पढ़ते वक्त, പ്രവചനം തിരിച്ചറിഞ്ഞ് കാലസംഖ്യ ഗണിച്ച ദൈവദാസൻ, और भविष्यवाणियों को समझकर कौन सा काल चल रहा है ये पहचाना हुआ परमेश्वर का दास, വാഗ്ദത്തമുള്ളവൻ ബലസേ, जिनको हालेलुया वायदा दिया है, വാഗ്ദത്തം നിവർത്തിക്കായി ഉപവസിക്കാൻ തുടങ്ങി. और वायदा प्रतिज्ञा पूरा होने के लिए उपवास करने लगा। രട്ടെടുത്ത് വെണ്ണീറിലിരുന്നു, टाट पहनकर जो है वो आंसू में बैठा, പ്രാർത്ഥിക്കുകയും യാചിക്കുകയും ചെയ്തു, प्रार्थना करने लगा, याचना करने लगा, गिड़गिड़ाने लगा, ദൈവത്തിങ്കിലേക്ക് മുഖം തിരിച്ചു. और परमेश्वर की ओर अपना चेहरा जो है फेस किया, 4-ാം വാക്യത്തിൽ ഏറ്റു പറഞ്ഞു തുടങ്ങി. और अपना पाप का अंगीकार किया। അദ്ദേഹത്തിനെ സംബന്ധിച്ച് വ്യക്തിപരമായി അദ്ദേഹം പാപം ചെയ്തിട്ടില്ല, പക്ഷെ പിതാക്കന്മാരുടെ പാപങ്ങൾ താൻ ഏറ്റുപറഞ്ഞു. और व्यक्तिगत रूप से दानियेल ने पाप नहीं किया था, लेकिन बाप दादाओं के पाप को उसने जो है अंगीकार किया। അതിന്റെ 10-11 ദാനിയേൽ പ്രവചനം 9-ാം അധ്യായം 10-11 വാക്യങ്ങൾ ഒരാൾ വായിച്ചാട്ടെ. और दानियेल का किताब 9 अध्याय उसका 9 और 10 का पद कोई पढ़े जल्दी से। ഞങ്ങളുടെ ദൈവമായ കർത്താവിന്റെ പക്കൽ കരുണയും മോചനവും ഉണ്ട്. ഞങ്ങളോ അവനോട് മത്സരിച്ചു. അവൻ തന്റെ ദാസന്മാരായ പ്രവാചകന്മാർ മുഖാന്തരം ഞങ്ങളുടെ മുമ്പിൽ വെച്ചിരിക്കുന്ന ന്യായപ്രമാണ പ്രകാരം നടക്കുവാൻ ഞങ്ങൾ ഞങ്ങളുടെ ദൈവമായ യഹോവയുടെ വചനം കേട്ടനുസരിച്ചില്ല. പ്രൈസ് ദി ലോർഡ്. കേട്ടോ, ദൈവത്തിന്റെ പ്രമാണം വിട്ട് ദൈവത്തോട് ദൂരെയായി. और यहाँ पर जो है परमेश्वर का वाचा और नियमों को छोड़कर व्यवस्था का उल्लंघन करके परमेश्वर से दूर हट गए। ഈ 9-ാം അധ്യായം മുഴുവൻ നിങ്ങൾ വീട്ടിൽ പിന്നെ ഒരു ഹോംവർക്ക് പോലെ ഞാൻ തരിക, പിന്നെ ഇരുന്ന് വായിച്ച് ധ്യാനിക്കണം. ദൈവസന്നിധിയിൽ നമ്മൾ കടന്നു വരുമ്പോൾ നമ്മൾ കരയേണ്ട, പ്രാർത്ഥിക്കേണ്ട വിഷയങ്ങൾ ഏതൊക്കെയാണെന്ന് ഇതൊരു വേറൊരു മെസ്സേജാണ്. 1 by 1 നമുക്കത് പഠിക്കുവാൻ കഴിയും. ഓരോന്ന് ദാനിയേൽ ഏറ്റു പറഞ്ഞ് അങ്ങനെ അവസാനം 18-19 വാക്യങ്ങൾ, എന്റെ ദൈവമേ ചെവി ചായ്ച്ച് കേൾക്കണമേ, കണ്ണു തുറന്ന് ഞങ്ങളുടെ നാശങ്ങളെയും നിന്റെ നാമം വിളിച്ചിരിക്കുന്ന നഗരത്തെയും കടാക്ഷിക്കണമേ. കർത്താവേ, ഞങ്ങളുടെ നീതി പ്രവർത്തികൾ, ഞങ്ങളുടെ ഒന്നും ഞങ്ങൾക്ക് പറയാനില്ല, മറിച്ച് അങ്ങയുടെ മഹാകരുണയിൽ ആശ്രയിച്ചുകൊണ്ട് ഞങ്ങളുടെ യാചനകളെ തിരുസന്നിധിയിൽ ബോധിപ്പിക്കുന്നു. കർത്താവേ കേൾക്കണമേ, കർത്താവേ ക്ഷമിക്കണമേ, ഓ ഹാലബസിക്കലേ, കർത്താവേ ചെവി കൊണ്ട് പ്രവർത്തിക്കണമേ. എന്റെ ദൈവമേ നിന്നെ തന്നെ ഓർത്ത് താമസിക്കരുതേ, നിന്റെ നാമം വിളിച്ചിരിക്കുന്നു. എല്ലാവരും ദാനിയേൽ പ്രവചനം 9:19 എടുത്തേ, എല്ലാവരും എടുത്തേ. ഇന്ന് രാത്രി വിടുതൽ ഇപ്പൊ സംഭവിക്കുന്നു. ഈ 19-ാം വാക്യം വായിച്ച് ഹൃദയപൂർവ്വം ഒന്ന് കരയാൻ തയ്യാറായാൽ ഇന്ന് രാത്രി നിന്റെ വിഷയത്തിന് മറുപടിയാണ്. दानियल प्रवचन 9:19। और हम जो है दानियल का किताब 9 अध्याय अपने व्यक्तिगत जीवन में जो उपास प्रार्थना खासकर करते वक्त अध्ययन करना है, क्योंकि वहां पर दानियल जो है रो रहा है, परमेश्वर से गिड़गिड़ा रहा है, अपना पाप का अंगीकार कर रहा है और कैसे उसके लिए परमेश्वर से माफी मांग रहा है, वो हम एक एक करके देख सकते हैं। वो एक अलग सा एक मैसेज ही है। लेकिन यहाँ पर दानियल का किताब 9 अध्याय का 18 और 19 वचन में लिखा है कि हे परमेश्वर, कान लगाकर सुन, आंख खोलकर हमारी उजड़ी हुई
दशा को देख, उस नगर को भी देख जो तू कहलाता है, क्योंकि हम जो तेरे सामने गिड़गिड़ा कर प्रार्थना करते अपने धर्म के काम नहीं, वो कहता है कि प्रभु मेरा धर्म का काम नहीं, तेरी बड़ी दया के कामों पर भरोसा रखकर हम आ रहे। और खासकर हम जो इस रात के समय दानियल 9 का जो है 18-19 खास कर पढ़ना है, ध्यान लगाना है। 19 जो वचन है, पद जो है, अभी ध्यान दे। ഈ വചനത്തിന്റെ പ്രത്യേകത എന്നറിയാമോ? ഈ വചനം പറഞ്ഞ ഉടനെ മറുപടിയാ. और ये वचन का खासियत ये है कि जैसे ये वचन हम बोलेंगे मुंह से, एक छुटकारा मिलेगा। ഇത് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ 21-ാം വാക്യം, ഞാൻ എന്റെ പ്രാർത്ഥന കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഞാൻ അത് പറഞ്ഞോണ്ട്, കർത്താവെ ക്ഷമിക്കണമേ. എന്തൊക്കെയാ നോക്കിയേ, കർത്താവെ കേൾക്കണമേ, കർത്താവെ ക്ഷമിക്കണമേ, കർത്താവെ ചെവിക്കൊണ്ട് പ്രവർത്തിക്കണമേ, എന്റെ ദൈവമേ നിന്നെ തന്നെ ഓർത്ത് താമസിക്കരുതേ, നിന്റെ നാമം വിളിക്കപ്പെട്ടിരിക്കുന്നുവല്ലോ. ഇങ്ങനെ നെടുമ്പാട് വീണ് ആര് കരയാൻ തയ്യാറാകുന്നു, ഇപ്പോൾ വിടുതലാ. और ये जो 19 पद जो है, 19 वचन, 9 का 19 वचन, जैसे ही दानियल प्रार्थना कर रहा है, वो कहता है कि हे प्रभु सुन ले, हे प्रभु पाप क्षमा कर, हे प्रभु ध्यान दे, और हे प्रभु विलंब ना कर, हे मेरे परमेश्वर तेरी प्रजा कहलाती है, इसलिए हम अपने आप को तेरे नाम के निमित्त हालेलुया ऐसा ही कर करके जैसे ही दानियल प्रार्थना करता है, 21वां वचन में कहता है कि उसके प्रार्थना करते वक्त एक पुरुष गब्रिएल जो है उसके प्रार्थना कमरे में आए। हम सभी लोग जो है इस रात के समय ये पद जानना है, प्रार्थना करना, ऐसा ही प्रार्थना करना है, परमेश्वर हमें जवाब देंगे। എങ്ങനെയാണ്? അല്ലെ അതിന്റെ 23-ാം വാക്യമ്പോഴത്തേക്ക് പറയാണ്, യു മൈ ഖമുദ. ഇന്ന് ഹീബ്രു ഒറിജിനൽ ലാംഗ്വേജ് ഹീബ്രുവിൽ പഠിക്കുന്നതാണ് ഖമുദ എന്നുള്ള ഒരു പദമാണ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ. വാട്ട് ഇസ് ദ മീനിങ് ഓഫ് ദാറ്റ്? യു ആർ മൈ പ്രഷ്യസ് വൺ. നീ എനിക്ക് ഏറ്റവും പ്രിയനാ. ദാനിയേലേ, നീ എന്റെ സന്നിധിയിൽ നിന്റെ ജനതയ്ക്ക് വേണ്ടി, നിന്റെ കുടുംബത്തിന് വേണ്ടി, നിന്റെ സഭയ്ക്ക് വേണ്ടി, നിന്റെ സമൂഹത്തിന് വേണ്ടി ഇന്ന് രാത്രി നമ്മളിരുന്ന് പ്രാർത്ഥിക്കുന്ന പോലെ അവിടെ ഇരുന്ന് ദാനിയേൽ പ്രാർത്ഥിച്ചപ്പോൾ ദൈവത്തിന് ദാനിയേൽ ഏറ്റവും പ്രിയനായെങ്കിൽ ഇന്ന് രാത്രി നീ ഏറ്റുപറഞ്ഞ് പ്രാർത്ഥിക്കുന്ന വിഷയത്തിനകത്ത് ഹല്ലേലൂയ ദൈവം നിന്നെ നോക്കി പറയും, യു ആർ മൈ പ്രഷ്യസ് വൺ. आमीन, हालेलुया। यहाँ पर हम देखते हैं कि दानियल अपने पापों को जो है अंगीकार करके परमेश्वर से क्षमा मांगते वक्त गब्रिएल को जो है परमेश्वर ने उसके पास भेजकर उसका जो है हालेलुया 23वां पद में हम देखते हैं कि वो उसका ओरिजिनल मूल भाषा में खमुदा करके कहते हैं। परमेश्वर दानियल से कहता है तू खमुदा है, मतलब तू अनमोल है, तू अपने लिए नहीं, तू तेरे प्रजा के लिए, तेरे लोग के लिए, तेरे देश के लिए मुझसे बिछुआई कर रहे। जैसे आप और मैं उपवास और प्रार्थना में बैठे हैं दूसरों के विषयों के लिए, तो प्रभु हमसे कहेगा यू आर माय प्रेशियस वन, आप मेरे लिए अनमोल है। ദൈവസന്നിധിയിൽ ആരും മടങ്ങി വരാൻ തയ്യാറാണോ? നിങ്ങൾ അൻമോലായിരിക്കും, ഏറ്റവും പ്രിയപ്പെട്ടവനായിരിക്കും. ആർക്ക്? ഞാനൊരു രഹസ്യം പറയാം. നിങ്ങൾ ദൈവത്തിന് പ്രിയപ്പെട്ടതാണെങ്കിൽ ജീവിതം വിജയിച്ചു. मैं एक रहस्य बताना चाहती हूँ, यदि परमेश्वर के लिए आप अनमोल है तो आपका जीवन जय पा गया है। हालेलुया। എത്ര പേർക്ക് ആഗ്രഹമുണ്ട് ഞാൻ എൻ്റെ കർത്താവിന് പ്രിയപ്പെട്ടവനാകണം, ഏറ്റവും പ്രിയപ്പെട്ടവനാകണം? എൻ്റെ ദേശത്തെക്കുറിച്ച്, എൻ്റെ കുടുംബത്തെക്കുറിച്ച് ഒരു ആലോചന പറയാനുണ്ടെങ്കിൽ അത് എന്നെ ഏൽപ്പിക്കണം. എത്ര പേർക്ക് ആഗ്രഹമാണ് ഇന്ന് രാത്രി? എൻ്റെ സഭയോട് ഒരു ആലോചന പറയാനുണ്ടെങ്കിൽ അത് എന്നെ ഏൽപ്പിക്കണം. എൻ്റെ ചുറ്റുപാടുകളോട് ഒരു ആലോചന പറയാനുണ്ടെങ്കിൽ അത് എന്നെ ഏൽപ്പിക്കണം. ഞാൻ അങ്ങനെ ദൈവസന്നിധിയിൽ പോയി നിൽക്കും. പറ, ഞാൻ ദൈവസന്നിധിയിൽ പോയി നിൽക്കും. ഞാൻ ദൈവത്തോട് കേൾക്കുവാൻ തയ്യാറാകും. എൻ്റെ പാപങ്ങൾ ഏറ്റുപറഞ്ഞ് എന്നെ തന്നെ ക്രമീകരിച്ച്, അവിടെ തന്നെ വലിയ വിഷയമാണ്. കർത്താവിന് സ്വന്തം നമ്മുടെ തീമുമായിട്ട് കണക്റ്റഡ്. ദൈവസന്നിധി കയറി ചെല്ലണമെങ്കിൽ നമ്മുടെ ക്രമീകരണം, നമ്മുടെ ശുദ്ധീകരണം പറ്റത്തില്ല. ദൈവത്തിന്റെ സ്റ്റാൻഡേർഡ് വെച്ച് കയറി ചേരണം. ദൈവത്തിന്റെ സ്റ്റാൻഡേർഡിൽ ക്രമീകരണം പ്രാപിച്ച് ശുദ്ധീകരണം പ്രാപിച്ച് കയറി നിന്നാൽ നിങ്ങൾ അപൂർവമായ, ഞാൻ ഒന്നുകൂടെ പറയാം, ഇന്ന് വരെയുള്ള നിങ്ങളുടെ ലൈഫിന്റെ ഹിസ്റ്ററി നിങ്ങൾ മറന്നേരെ. ഇന്ന് മുതൽ ഇന്നലെ വരെയുള്ളത് പോട്ടെ, ഇന്ന് മുതൽ യു വിൽ ബി എ ഹിസ്റ്ററി. ഇന്ന് മുതൽ നീ ഒരു ചരിത്രമാകും. ഇന്ന് മുതൽ നീ ഒരു അത്ഭുതമാകും. യു വിൽ ബി എ മിറക്കിൾ. ഹല്ലേലൂയ. ഞാൻ പൗരുഷനകത്ത് കഴിഞ്ഞ ആഴ്ചയില് കർത്താവിന് സ്തോത്രം, ദൈവത്തിന്റെ ആത്മാവ് വളരെ ശക്തമായി ഹല്ലേലൂയ ഈ ഒരു 2 കാര്യങ്ങളാണ് പറഞ്ഞത്. നീ ദൈവസന്നിധിയിൽ ഒന്ന് ചേർന്ന് നിൽക്കുവാൻ തയ്യാറാണെങ്കിൽ ഹല്ലേലൂയ യു വിൽ ബി എ മിറക്കിൾ. നീ ഒരു അത്ഭുതമായി തീരും. ഞാൻ മെസ്സേജ് പറഞ്ഞിട്ട് പോകുന്നു, അത് ലൈവിൽ 10,200-3,000 പേരൊക്കെ കണ്ടു കാണും. ഞാൻ അത്രേ ചിന്തിച്ചോളൂ. ആ പറഞ്ഞ അത്രയും വാക്കുകൾ അവരൊരിടത്ത് റീലായിട്ട് അങ്ങോട്ട് ഇട്ടു. അത് ഏകദേശം ഞാൻ നോക്കിയപ്പോൾ
ഇൻസ്റ്റഗ്രാമിൽ തന്നെ ഏകദേശം 49,000-അടുത്ത ആളുകൾ കണ്ടു കഴിഞ്ഞു. കർത്താവിന് സ്വന്തം അവർ ഫേസ്ബുക്കിൽ അവിടെ എടുത്തത് ഏകദേശം 32,000-അടുത്ത ആളുകൾ കണ്ടു കഴിഞ്ഞു. നോക്ക്, നീ ഒരു അത്ഭുതമായി തിരുവൊന്ന് പറ, നെഞ്ചത്തൊരു കൈ വെച്ച് പറ, ഞാൻ ദൈവസന്നിധി കയറി നിൽക്കും. പറ, ഞാനൊരു ദാനിയേലാകും. പറ, ഞാനൊരു ദാനിയേലാകും. ആ ദാനിയേലാകാൻ നീ തീരുമാനിക്കുക. നിനക്കെതിരെ അവിടുന്ന് ഇവിടുന്നൊക്കെ പണികളും കൊണ്ട് വരും, പക്ഷെ ഒന്നും ജയിക്കാൻ പോകുന്നില്ല. കാരണം നിന്റെ കൂടെയുള്ള ദൈവം അവരുടെ കൂടെ ഉള്ളവരെക്കാൾ വലിയവനായ ദൈവം, നീ വിളിക്കുന്ന ദൈവം ജീവനുള്ള ദൈവം, അവൻ അനാദിയായും ശാശ്വതമായും കർത്താവായ ദൈവം. ഇന്ന് വരെ നിന്നെ ഒരു അത്ഭുതമാക്കിയങ്ങൾ ഇനിമേൽ നീ ഒരു അത്ഭുതമാകും. आमीन, हालेलुया, स्तुतियो। हम परमेश्वर के सम्मुख लौट के आकर अपने पापों को हालेलुया परमेश्वर से माफी मांगने के लिए तैयार रहते हो। हालेलुया, परमेश्वर कहता है कि प्रभु हमें जो एक मिरेकल बनाएगा करके, और ये एक बड़ा सब्जेक्ट है कि परमेश्वर के सम्मुख लौट के आना। और जब हम लौट के आते दानियल के समान, वो हमारे स्टैंडर्ड के हिसाब से नहीं, परमेश्वर का एक स्टैंडर्ड है, उस हिसाब से परमेश्वर के सिद्धांतों के हिसाब से हमें लौट के आना है। पिछले दिनों में मैंने जो है पावर विजन में जो है एक परमेश्वर का वचन बांटा। वहां वो वचन ये था कि परमेश्वर के करीब अगर तुम आते तो परमेश्वर तुम्हें एक मिरेकल, एक अद्भुत विषय बनाएगा। और मैंने सोचा कि ये जो वचन है, ये मैसेज जो है 2,000-3,000 लोगों ने सुना है करके सोच के मैंने छोड़ दिया, लेकिन वो उतना जो है रील बना के इंस्टाग्राम में डाला तो करीब 49,000 लोगों ने वो रील देखा है। फेसबुक में डाला तो करीब 35,000 लोग ने वो रील को जो है देखा है। और परमेश्वर की आत्मा कहती, आज हम लोग निर्णय ले, प्रभु मैं लौट के आऊंगा डैनियल के समान। मैं डैनियल बनना चाहता हूँ प्रभु। यदि मेरे देश में, मेरे परिवार में, मेरे आस पड़ोस में किसी को कुछ बताना है तो आप मुझे उपयोग करें, मुझसे बात करें। और आप यदि डैनियल समान खड़े रहते हैं तो आपके विरोध में भी लोग आएंगे, लेकिन हमारा परमेश्वर सबसे बड़ा परमेश्वर है, आपको उन लोगों की युक्तियों से बचाने के लिए सामर्थ्यवान है। പ്രൈസ് ദി ലോർഡ്. എത്ര പേർ വിശ്വസിക്കുന്നു നീ ഒരു അത്ഭുതമാകും? कितने लोग विश्वास करते हैं आप एक अद्भुत है? ഞാനൊരു അത്ഭുതമാകുന്നു. വാ തുറന്നു പറ, ഞാനൊരു അത്ഭുതം. I'll be a miracle. I'll be a miracle. ഇന്ന് മുതൽ ഞാനൊരു അത്ഭുതമാകും. अपना मुंह खोलकर कहे कि मैं एक अद्भुत हूँ, मैं एक अद्भुत हूँ। ഇന്ന് മുതൽ ഞാനൊരു അത്ഭുതമായിരിക്കും. आज से मैं एक अद्भुत हूँ, എന്റെ കുഞ്ഞുങ്ങൾ ഒരു അത്ഭുതമായിരിക്കും. और मेरा बच्चे जो है परमेश्वर के सम्मुख अद्भुत है। എന്റെ ഫാമിലി ഒരു അനുഗ്രഹമായിരിക്കും. मेरा परिवार आशीषित है, എന്റെ ജീവിതം ഒരു അനുഭവമായിരിക്കും. मेरा जीवन आशीषित है। നിങ്ങൾ അങ്ങനെ തീരുമാനിക്കാൻ തുടങ്ങും, നിങ്ങളുടെ ജീവിതം ഒരു അത്ഭുതമാകും. अगर आप ऐसे निर्णय ले, मुंह से कबूल करें, आपका जीवन जो है बदल जाएगा, अद्भुत बन जाएगा। നമ്മളെല്ലാവരും ലോകപ്രകാരം ധാരാളം പഠിക്കുന്നവരാണ്. നല്ല ശ്രേഷ്ഠകരമായ വിദ്യാഭ്യാസം നമുക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇപ്പൊ ഞാനും പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്റെ PhD സ്റ്റഡീസുമായിട്ട് ബന്ധപ്പെട്ട് അലഹബാദ് യൂണിവേഴ്സിറ്റിയിലെ ഷുവാർട്സിൽ എന്റെ UGC പ്രോഗ്രാം ഞാൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് ഒത്തിരി ഇഷ്ടമാണ്. നമ്മളെ ദൈവം ഓരോ മേഖലകളിലേക്ക് നയിക്കുമ്പോൾ നമ്മൾ പിന്നെയും പഠിക്കുന്നവരാണ്. എന്നാൽ അതിനെല്ലാം അപ്പുറം നമ്മുടെ വിദ്യാഭ്യാസത്തിനോ നമ്മുടെ പാരമ്പര്യത്തിനോ നമ്മുടെ ഇതുവരെയുള്ള എക്സ്പീരിയൻസിനോ ഒക്കെ ഇല്ലാത്തതൊന്ന് നിന്റെ മേൽ ഇറങ്ങുന്നത് എന്താണെന്നറിയാമോ? ദൈവ തേജസ്സാ. അത് ഇറങ്ങിക്കഴിയുമ്പോൾ നീ ഒരു അത്ഭുതമാകും. और हम सभी लोग जो है पढ़ाई करने के लिए बहुत अच्छा करते हैं। आप भी, आप में से भी कई लोग जो है पढ़ चुके, और मैं अभी इस वक्त जो है PhD पढ़ाई कर रही है विदेश यूनिवर्सिटी से। लेकिन उन सबसे भी बढ़कर जो है परमेश्वर का अनुभव हमारे परिवार में और हमारे द्वारा अगर होता है तो वो परमेश्वर का तेज जो हमारे जीवन में प्रकट होता है, तो वो सबसे बड़ा श्रेष्ठ अनुभव है। അതിനെന്ത് ചെയ്യണമെന്ന് അറിയാമോ? 2 പ്രധാനപ്പെട്ട കാര്യം ചെയ്യണം. 2 मुख्य विषय है। വായിക്കാം. യിരെമ്യാ പ്രവചനം തന്നെ 31-ാം അധ്യായത്തിന്റെ 33-ാമത്തെ വാക്യം വായിക്കണം. हम पढ़ेंगे यिर्मयाह का पुस्तक 31 उसका 33, यिर्मयाह 31:33। मलयालम में कोई जल्दी से पढ़ के सहायता करे। എന്നാൽ ഈ കാലം കഴിഞ്ഞ ശേഷം ഞാൻ ഇസ്രായേൽ ഗൃഹത്തോട് ചെയ്യുവാനിരിക്കുന്ന നിയമം ഇങ്ങനെയാകുന്നു. ഞാൻ എന്റെ ന്യായപ്രമാണം അവരുടെ ഉള്ളിലാക്കി അവരുടെ ഹൃദയങ്ങളിൽ എഴുതും. ഞാൻ അവർക്ക് ദൈവമായും അവർ എനിക്ക് ജനമായും ഇരിക്കും എന്ന് യഹോവയുടെ അരുളപ്പാട്. എന്താണ് ഈ ഒരു അനുഗ്രഹിക്കപ്പെട്ട വചനത്തിന്റെ ആഴം? ये आशीषित वचन का गहराई क्या है? എല്ലാവരും ശ്രദ്ധിക്കണമേ. നമ്മുടെ പ്രത്യേകത എന്താണെന്നറിയാമോ? നമ്മുടെ ഹൃദയത്തിൽ ദൈവത്തിന്റെ ന്യായപ്രമാണം എഴുതപ്പെട്ടവരാ.
और हमारे खासियत क्या है, सब लोग ध्यान दे, हमारे हृदय में परमेश्वर का वचन जो है समाया जाना चाहिए। അവിടെ ഒരു ന്യൂ ടെസ്റ്റമെന്റിന്റെ വെളിപ്പാട് ഇവിടെ ആവശ്യമാണ്. ഒരു ന്യൂ ടെസ്റ്റമെന്റ് തിയോളജിയോട് ഞാൻ നാടി. और नए नियम के थियोलॉजी के साथ मैं उसको जोड़ना चाहती हूँ. നമുക്കറിയാം യോഹന്നാന്റെ സുവിശേഷം ദൈവശാസ്ത്രപരമായ സുവിശേഷമാണ്. परमेश्वर का दैविक शास्त्र का एक सुसमाचार है, यूहन्ना का सुसमाचार. ആദിയിൽ വചനം ഉണ്ടായിരുന്നു, വചനം ദൈവത്തോടു കൂടിയായിരുന്നു, വചനം ദൈവമായിരുന്നു, ആദിയിൽ ദൈവത്തോടു കൂടിയായിരുന്നു സകലതും, അവൻ മുഖാന്തരം ഉളവായതൊന്നും അവനെ കൂടാതെ ഉളവായതില്ല. ജീവൻ ഉണ്ടായിരുന്നു, ജീവൻ മനുഷ്യരുടെ വെളിച്ചമായിരുന്നു, വെളിച്ചം ഇരുളിൽ പ്രകാശിക്കുന്നു, ഇരുളോ അതിനെ പിടിച്ചടക്കിയില്ല. 8, 9, 10 വാക്യങ്ങൾ. ഏത് മനുഷ്യനെയും പ്രകാശിപ്പിക്കുന്ന സത്യ വെളിച്ചം ലോകത്തിലേക്ക് വന്നുകൊണ്ടിരുന്നു. അവൻ ലോകത്തിലുണ്ടായിരുന്നു, ലോകം അവൻ മുഖാന്തരം ഉളവായി, ലോകമോ അവനെ അറിഞ്ഞില്ല. അവൻ സ്വന്തത്തിലേക്ക് വന്നു, സ്വന്തമായവരവരെ കൈക്കൊണ്ടില്ല. നമ്മുടെ സ്വന്തമാക്കി. 12 അവനെ കൈക്കൊണ്ട് അവന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും അവൻ ദൈവ മക്കളാകുവാൻ അധികാരം നൽകി. വചനം ജഡമായി തീർന്നു, കൃപയും സത്യവും നിറഞ്ഞവനായി നമ്മുടെ ഇടയിൽ പാർത്തു. ഞങ്ങൾ അവന്റെ തേജസ് പിതാവിൽ നിന്നും ഏകജാതനായ അവന്റെ തേജസ്സായി കണ്ടു. ഹല്ലേലൂയ. നിറവ്, എന്തിന്റെ നിറവ്? കൃപയുടെയും സത്യത്തിന്റെയും നിറവായ ക്രിസ്തു നമ്മിൽ നിറയുമ്പോൾ 16 അവന്റെ നിറവിൽ നിന്നും നമുക്ക് എല്ലാവർക്കും കൃപമേൽ കൃപ. ഒന്ന് കരമേർത്തി സ്തോത്രം. ആ തേജസ്, കൃപമേൽ കൃപ. യു വിൽ ബി എ മിറക്കിൾ. നീ എവിടെ നിന്നാലും എവിടെ നടന്നാലും, നീ മെട്രോയെ കയറിയാലും, നീ അവിടുത്തെ ഏത് തിരക്കേറിയ ട്രെയിനിൽ കയറിയാലും, ജോലി ചെയ്യാൻ പോയാലും, ഹോസ്പിറ്റലിൽ നിന്നാലും, ശുശ്രൂഷ നിന്നാലും, യു വിൽ ബി ഡിഫറെന്റ്, യു വിൽ ബി യുണീക്ക്. കാരണം നിന്നിൽ വസിക്കുന്നത് ദൈവ സാന്നിധ്യവും ദൈവ തേജസ്സുമാണ്. हम देखते हैं कि यूहन्ना का सुसमाचार पहला अध्याय का पहला से कुछ वचन में लिखा है कि आदि में वचन था, वचन परमेश्वर के साथ था, वचन परमेश्वर था. यदि आदि में परमेश्वर के साथ था, यही जो है वचन परमेश्वर के साथ था. सब कुछ उसी के द्वारा उत्पन्न हुआ. जो कुछ भी उत्पन्न हुआ उसमें से कोई भी वस्तु उसके बिना उत्पन्न नहीं हुआ. उसमें जीवन था, वह जीवन मनुष्य में ज्योति था. ज्योति अंधकार में चमकी और अंधकार उसे ग्रहण नहीं किया. फिर उसका 9 और 10 वचन लिखा है. सच्ची ज्योति जो है हर एक मनुष्य को प्रकाशित करती है. जगत में आने वाली, वह जगत में था, जगत उसके द्वारा उत्पन्न हुआ और जगत ने उसे पहचाना नहीं. वो अपने घर पर आया, उसके अपनों ने उसे ग्रहण नहीं किया, परंतु जितनों ने उसे ग्रहण किया उसने उन्हें परमेश्वर की संतान होने का अधिकार, अर्थात उन्हें जो उसके नाम पर विश्वास रखते हैं, वे न तो लहू से, शरीर की इच्छा से, मनुष्य की इच्छा से, परंतु परमेश्वर से उत्पन्न हुआ करके वचन वहां पर लिखते समय 16 पद में लिखा है. क्योंकि उसकी परिपूर्णता से हम सब ने प्राप्त किया अनुग्रह पर अनुग्रह होने के लिए. यदि हम परमेश्वर पर यकीन करते तो आप जहां पर नौकरी पर जाएंगे तो वहां पर अनुग्रह होंगे, ऑफिस में जाएंगे तो हॉस्पिटल में जाएंगे, तो जहां कहीं भी आप हम जाएंगे अनुग्रह पर अनुग्रह हम बढ़ते जाएंगे. ഇതാണ് നമ്മുടെ ഹൃദയത്തിൽ എഴുതപ്പെട്ട വചനം. और यही वचन हमारे हृदय में लिखा गया है. അതാരാ? वो कौन है? അതാരാ? वो कौन है? നമ്മുടെ തല, हमारा सिर. ഹല്ലേലൂയ. സഭയുടെ ശിരസാകുന്ന ക്രിസ്തു, वो हमारा कलीसिया का सिर बना हुआ मसीह है. സത്യവചനവും നിത്യജീവനുമായവൻ, सत्य वचन और नित्य जीवन जो यीशु है, വഴിയും സത്യവും ജീവനുമായവൻ, और मार्ग और जीवन सच्चाई जो है यीशु मसीह, നല്ല ഇടയനായവൻ, सच्चा चरवाह जो है, ലോകത്തിന്റെ വെളിച്ചമായവൻ, जगत की ज्योति जो है, ജീവന്റെ അപ്പമായവൻ, और जीवन की रोटी जो है, ആടുകളുടെ വാതിലായവൻ, और गडरियों का जो द्वार है, പുനരുത്ഥാനവും ജീവനുമായവൻ, जो पुनरुत्थान और जीवन है, നല്ല മുന്തിരിവള്ളി നമ്മെ ചേർത്തൊട്ടിച്ച് അവന്റെ ജീവരസം നമ്മിലേക്ക് ഒഴുക്കുന്നവൻ. और अच्छी दाखलता हमें जो उसके साथ जुड़कर हमारे ऊपर जीवन देने वाला. പ്രകൃതിയാൽ യാതൊരു യോഗ്യതയും ഇല്ലാത്ത നമ്മെ ആ നല്ല മുന്തിരിവള്ളിയോട് ചേർത്തൊട്ടിച്ച് ആ ജീവരസം നമ്മിലേക്ക് ഒഴുക്കുന്നവൻ. और कोई भी योग्य नहीं था आप और मुझे जो है वो दाखलता के एक टहनी में जुड़ने के लिए प्रभु ने सहायता की, अपना जीवन हमारे द्वारा बहाया. നിന്റെ ജീവിതത്തിലെ പാപത്തിന്റെയോ രോഗത്തിന്റെയോ പാരമ്പര്യത്തിന്റെയോ എന്തിരട്ടിനെയും നീക്കം കഴിയുവാൻ കഴിയുന്ന സത്യ വെളിച്ചമായവൻ. और हमारे जीवन के पाप, रोग और अंधकार को दूर मिटाने के लिए एक सच्ची ज्योति बना हुआ. അവനായി അകത്തിരിക്കുന്നേ. वही परमेश्वर हमारे भीतर हृदय में रहता है.
പൗലോസിന്റെ ദൈവശാസ്ത്രത്തില് he is the hope of glory, he is dwelling in me. അവൻ മഹത്വത്തിന്റെ പ്രത്യാശ എന്നിൽ ഇരിക്കുക, എന്നിൽ വസിക്കുക. നെഞ്ചത്തോട് കൈവച്ച് പറ, അവൻ എന്നിൽ വസിക്കുന്നു. എന്നിൽ വസിക്കുന്ന ക്രിസ്തു, പറ എന്നിൽ വസിക്കുന്ന ക്രിസ്തു. അതിന്റെ മഹത്വം എത്ര വലുതാന്നറിയാവോ? पौलुस कहता है कि हालेलुया वो महिमा का एक हब है, हालेलुया वो महिमा में परमेश्वर मेरे भीतर मेरे हृदय में मसीह रहता है। कहे अपने मुंह से कहे कि मसीह मेरे हृदय में रहता है। അതിന്റെ ആരൊക്കെ അങ്ങ് ഗ്രഹിക്കണമെങ്കിൽ ഭയങ്കര മഹത്വമാട്ടോ. എഫേസ് ലേഖനങ്ങളെ രാജ്ഞി എന്നാണല്ലോ അറിയപ്പെടുന്നത്. കൊലോസ് ലേഖനം ക്രിസ്തു ശാസ്ത്രത്തിന്റെ നിറവുമാണ്. ഈ ലേഖനങ്ങൾ നമ്മൾ ആഴത്തിൽ പഠിക്കുന്ന ഉടനെ ക്രിസ്തു നമ്മളിലേക്ക് നിറഞ്ഞു നിൽക്കുകയാണ്. और इफिसियों का पत्री और कुलुसियों का पत्री पढ़ते वक्त हम देखते हैं कि मसीह जो है हमारे भीतर हालेलुया भरा हुआ समा रहा है। ഹിസ് ഫുൾനെസ്, അവന്റെ നിറവാണ്. നമ്മളിൽ എന്തെങ്കിലും വ്യത്യാസം ഉണ്ടെങ്കിൽ അവന്റെ നിറവ് മാത്രമാണ്. हमने कुछ अगर अलग चाहिए तो परमेश्वर की परिपूर्णता है। നമ്മളെ വ്യത്യസ്തരാക്കുന്നത് അവന്റെ നിറവാണ്, നമ്മുടെ യാതൊരു കഴിവുമല്ല. ഹാലേലൂയ. നമ്മളെ വ്യത്യസ്തരാക്കുന്നത് അവന്റെ നിറവ് കാണിക്കുന്നത്. ആ നിറവ് പരിശുദ്ധാത്മാവിൽ കത്തുമ്പോഴാണ് തേജസ്സാകുന്നത്. और अगर हमें कुछ अलग करने वाला विषय है तो परमेश्वर की परिपूर्णता है, और वो परिपूर्णता जब आग लगता है तो है तेजस करके वो बदल जाता ഞാൻ है। ഇച്ചിരി ആഴത്തിലൂടെയാ പോകുന്നത്, ഈ വചനത്തിന്റെ ഇച്ചിരി ദൈവശാസ്ത്രപരമായ ആഴത്തിലൂടെയാ പോകുന്നത്. പക്ഷെ നിങ്ങളിലേക്ക് ഈ വചനത്തിന്റെ ആഴം എത്തണമെന്ന് ദൈവാത്മാവ് ഇന്ന് രാത്രികാലം ആഗ്രഹിക്കുന്നു. मैं जरा वचन की गहराई में उतर रही हूँ, परमेश्वर का दैविक शास्त्र में उतर रही हूँ। मैं चाहती हूँ कि आप लोग ये वचन को समझे, ध्यान दें। ക്രിസ്തു നിങ്ങളിൽ നിറയുമ്പോൾ, ക്രിസ്തുവിൽ നിങ്ങൾ വേരൂന്നുമ്പോൾ, ക്രിസ്തുവിന്റെ ജീവരസം നിങ്ങളിൽ ഒഴുകുമ്പോൾ നിങ്ങൾ എവിടെ നിന്നാലും ക്രിസ്തുവിനെ പോലെയാകും. और जब मसीह हमारे भीतर परिपूर्ण होगा, हम मसीह में जब जड़ पकड़ेंगे तो है हम अलग बन जाएंगे। അതിന് നമ്മെ സഹായിക്കുന്നത് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവാണ്. और उसमें हमारी सहायता करने वाला परमेश्वर का पवित्र आत्मा है। പരിശുദ്ധാത്മാവ് ഓരോ നിമിഷവും പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും ലോകത്തിന് ബോധം വരുത്തും. എന്നാൽ ദൈവ പൈതലിനെയോ സകല സത്യത്തിലും വഴി നടത്തും. ഹല്ലേലൂയ. ഓരോ നിമിഷവും ഓർപ്പിക്കും. യോഹന്നാൻ 15:25 ഓരോ നിമിഷവും ദൈവത്തിന്റെ വചനം, ക്രിസ്തു നമ്മോട് പറഞ്ഞ ഓരോ വചനവും ഓർപ്പിക്കുന്നത് ആരാന്നറിയാമോ? പരിശുദ്ധാത്മാവാണ്. और संसार में हम रहते समय पवित्र आत्मा हमें पाप धर्म न्याय के विषय में बताता है, और यूहन्ना 15:25 में लिखा है पवित्र आत्मा जो है हालेलुया हर एक सच्चाई में हमारी अगुवाई करता है, हमें चलने के लिए सहायता करता है। मसीह ने जो कुछ भी कहा वो हमें याद दिलाता है। कौन? पवित्र आत्मा। ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഇന്ന് രാത്രികാലം ഓരോരുത്തരും തൊട്ട് സംസാരിക്കുക. और परमेश्वर की पवित्र आत्मा हर एक को स्पर्श करके छू कर बात कर रही है। എനിക്ക് ഇന്നലെ ഒരു ശുശ്രൂഷ ഉണ്ടായിരുന്നു. ഒരു ഹല്ലേലൂയ കേരളത്തിലെ ഒരു പാരമ്പര്യ സഭയിലെ ഒത്തിരി ദീർഘവർഷങ്ങളായി ഹല്ലേലൂയ അവിടെ ഒരു അന്യഭാഷയുടെ ആരാധന പോലും വെളിപ്പെടാതെ വണ്ണം ദുഷ്ടൻ കെട്ടി ഒതുക്കിയ ഒരു ചർച്ച. और मुझे कल एक मीटिंग था, कल केरल में एक पारंपरिक कलीसिया में था। इतने सालों से विश्वास में होने के बाद भी अन्य भाषा में वे लोग आराधना नहीं करते थे। शत्रु ने उन्हें बहुत जकड़ कर बांध के रखा था। ഒരു സ്നാനം നടന്നിട്ട്, അതായത് അകത്തുനിന്ന് സ്നാനമാണ്, അതായത് ഹല്ലേലൂയ എന്റെ കുഞ്ഞ് വിശ്വാസിയുടെ മോന്റെ സ്നാനപ്പെടുന്നത് അങ്ങനത്തെ സ്നാനമല്ല. പുറത്തുനിന്നൊരു ഹല്ലേലൂയ ഹിന്ദു രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ടിട്ട് വർഷങ്ങളായി ഒരു ഉണർവുമില്ലാതെ ഉണങ്ങിക്കിടക്കുന്ന അനുഭവം. वहां पर जो है कोई भी एक आत्मिक बेदारी वहां पर नहीं था, और वहां पर कलीसिया के लोग बपतिस्मा के अलावा बाहर से आकर कोई भी एकदम उद्धार पाकर बपतिस्मा लिया हुआ चरित्र नहीं था। പകല് ശുശ്രൂഷിക്കാൻ ചേർന്നു. എന്റെ ദൈവമേ, ഇരുട്ടെന്ന് പറഞ്ഞാല് ഹല്ലേലൂയ വലിയ ഹോള്, എല്ലാ സൗകര്യവും, പക്ഷെ ഇരുട്ടാണ്. കാരണം എന്നറിയാമോ? ദൈവത്തിന്റെ ജീവൻ ഒന്നും അവിടെ വ്യാപരിക്കുന്നില്ല. മനസ്സിനകത്തെല്ലാം നിരാശകളും സങ്കടങ്ങളും അതൊക്കെ മാറി. ഇന്നലെ പകൽ ദൈവാത്മാവ് ഇറങ്ങി ഓരോന്നിലേക്ക് ഓരോ വ്യക്തിയോടും കൃത്യമായി സംസാരിച്ച് വലിയൊരു ഉണർവിലേക്ക് അവിടെ ഒരു സ്വർഗീയ ആരാധനയുടെ ആഴം ഇന്നലെ വെളിപ്പെടുവാനിടയായി തീർന്നു. ഇന്ന് രാത്രി ഞാൻ നിങ്ങളോട് പറയാം, നിങ്ങളായിരിക്കുന്ന അനുഭവത്തിൽ ഇരുട്ടിന്റെ നിറവൊക്കെ കാണേക്കാം, പക്ഷെ നിന്നിലുള്ള ജീവ വെളിച്ചം എല്ലാ ഇരുട്ടിനെ മാറ്റിക്കളയും. നീ ഒരു പ്രകാശമാ. യു ആർ ദ ലൈറ്റ്. നീ അവിടെ വെളിച്ചമാ. കർത്താവ് പറഞ്ഞു, ഞാൻ ലോകത്തിന് വെളിച്ചം, നിങ്ങൾ ലോകത്തിന് വെളിച്ചം.
हालेलुया। मैं वहां पर सेवकाई के लिए जब गई, वो दिन का समय था, एक बड़ा हॉल था, लेकिन किसी में भी कोई जीवन नहीं था। सभी लोग जो एक बड़े अंधकार में बैठा हुआ अनुभव था, निराशाओं में, और जो है और उदासीपन जो है वहां पर उनके भीतर था। लेकिन उस स्थितियों को सब परमेश्वर ने वहां पर बदल कर जो एक ज्योति लेकर आया, आराधना वहां पर प्रकट हुआ। और उसी समय मैं ये रात को इस मीटिंग में बैठे हर एक से कहना चाहती हूँ, आप जो है संसार की ज्योति है। यीशु कहता है कि मैं संसार की ज्योति हूँ, मेरे द्वारा जो है आप भी एक ज्योति बनोगे। ഇന്നലെ പകല് ദൈവസന്നിധിയിൽ ആ ഒരു വലിയൊരു രൂപാന്തരത്തിലേക്ക് ജനത്തെ ഒന്ന് കൊണ്ടുവന്നു, ഉണർവിലേക്ക് അവർ വന്നു. വലിയ മഹത്വമായി തീർന്നു. രാത്രിയിൽ അനേകർ ഓടിക്കൂടി അവിടെ ഒരു വലിയ ദൈവപ്രവൃത്തി നടന്നു. ഇന്ന് ഞാൻ അത് കഴിഞ്ഞ് മീറ്റിംഗ് കഴിഞ്ഞ് തിരിച്ചു പോകുന്നു. ഇന്ന് ആരാധന കഴിഞ്ഞ് ആ ബഹുമാനപ്പെട്ട ദേവദാസി വിളിച്ചിട്ട് പറഞ്ഞു, വളരെ ദീർഘവർഷങ്ങൾക്ക് ശേഷം നൃത്തം ചെയ്ത് ആത്മാവിൽ ആരാധിക്കുന്ന ഒരു അനുഭവത്തിലേക്ക്, ഉണർവിലേക്ക് സഭയെ ദൈവം കൊണ്ടുവന്നെന്ന്. ഇന്ന് രാവിലെ ഇന്ന് രാത്രി നീ ആയിരിക്കുന്ന ടൈം സോണിൽ ദൈവം നിന്നോട് പറയുക, ഇനി ഒത്തിരി സമയം ഇല്ല, ഇപ്പൊ ഉണരണം. ഇനി ഇങ്ങനെ കിടന്ന് ഉറങ്ങിയാൻ പറ്റത്തില്ല. പോട്ടെ, സാരമില്ല, അവരങ്ങനെ ഇവരിങ്ങനെ അവങ്ങനെ പോട്ടെ ഇന്നും പറഞ്ഞു വിടുകയല്ല. നോ, യു ഹാവ് ടു ടേക്ക് ദ റെസ്പോൺസിബിലിറ്റി. കർത്താവിന്റെ സന്നിധിയിലെ ഉത്തരവാദിത്വം ഏറ്റെടുത്ത് പറ, കർത്താവ് എന്റെ കുടുംബത്തിൽ ഒരു ഉണർവ് തുടങ്ങണം, എന്റെ സഭയിൽ ഉണർവ് തുടങ്ങണം. കർത്താവ് എന്റെ പ്രാർത്ഥനയ്ക്കകത്തൊരു ഉണർവ്, എന്റെ ഉണങ്ങിയ അനുഭവമൊക്കെ മാറി എന്നിലേക്ക് പരിശുദ്ധാത്മാവിന്റെ ജീവൻ വ്യാപരിച്ച് ഒരു ശക്തി വ്യാപരിക്കണമെന്ന് ഇന്ന് രാത്രി പ്രാർത്ഥിക്കാൻ തുടങ്ങാം. और कल का दिन का जो है मीटिंग के बाद एक बड़ा आत्मिक बेदारी हो गया। उसके बाद रात को बहुत सारे लोग वहां पर जो है आए, और मीटिंग के बाद मैं रिटर्न आज आ गई। और आज दिन के समय जो वहां का परमेश्वर के दास और दासी ने मुझे फोन करके बताया कि हालेलुया, वहां के लोग कई सालों के बाद जो है एक नृत्य करके जो है आराधना की है। एक बड़ा आत्मिक आनंद और अनुभव बेदारी जो इस कलीसिया में प्रकट हो गया। उसी समान मैं कहना चाहती हूँ, आज रात के समय आप भी हालेलुया परमेश्वर के सम्मुख एक आत्मिक बेदारी के लिए परमेश्वर से प्रार्थना करें। हर एक अंधकार जो है जाने पाए। हालेलुया, अभी और समय नहीं है, हम रिस्पॉन्सिबिलिटी ले, जिम्मेदारी ले। प्रभु, मेरे द्वारा मेरे परिवार में, मेरे व्यक्तिगत जीवन में, मेरे कलीसिया में जो एक आत्मिक बेदारी होना है, मेरे से शुरू होना है। അവിടെ തൊട്ട് അപ്പോൾ നീ അങ്ങനെ ഒരു തേജസ്സിലേക്ക് വരുന്നുണ്ടേ, നിന്റെ വായിന്ന് ആദ്യം വരുന്നത് വിശ്വാസത്തിന്റെ വാക്കായിരിക്കും. और तभी जो है आप हालेलुया परमेश्वर के तेजों में अनुभव में आएगा, और मुंह से निकलने वाला पहला शब्द विश्वास का शब्द होगा। നിങ്ങളുടെ കയ്യിൽ രണ്ടായുധമുണ്ട്, ഏതൊക്കെയാണെന്ന് അറിയാമോ? आपके हाथ में दो हथियार है, क्या है आपको पता है? ലെഫ്റ്റ് ഹാൻഡില് बाएं हाथ में വിശ്വാസം എന്ന ഷീൽഡ് ഉണ്ട്, പരിച. विश्वास का ढाल है, റൈറ്റ് ഹാൻഡില് और दाहिने हाथ में ദൈവവചനം എന്ന ആത്മാവിന്റെ വാളുണ്ട്. आत्मा का जो परमेश्वर का वचन जो आत्मा का तलवार है। ഈ രണ്ട് കൈ ഇങ്ങനെ ഈ സ്ക്രീനിലോട്ടൊന്ന് കൊണ്ടുവന്ന്, ലെഫ്റ്റ് ഹാൻഡ് റൈറ്റ് ഹാൻഡ് ഒന്ന് കൊണ്ടുവന്ന്, എല്ലാവരുടെയും ഇത്ര പേരുടെ ഉണ്ട് നോക്കട്ടെ, എല്ലാവരുടെയും കയ്യിലുണ്ടോ എന്ന് നോക്കട്ടെ. ദൈവത്തിന് സ്വന്തം പറ, എന്റെ ലെഫ്റ്റ് ഹാൻഡിലെ വിശ്വാസം എന്ന പരിചയമുണ്ട്. और सभी लोग स्क्रीन में जो है अपना हाथ, दोनों हाथ को इस प्रकार लेके आए और कहे कि मेरे बाएं हाथ में जो है विश्वास का डाल है, റൈറ്റ് ഹാൻഡിൽ ദൈവവചനം എന്ന ആത്മാവിന്റെ വാളും ഉണ്ട്. और मेरे दाहिने हाथ में परमेश्वर का वचन जो आत्मा का तलवार है। ഓരോ നിമിഷവും നീ ജയിച്ച് മുന്നേറുക തന്നെ ചെയ്യും. और इसलिए हर एक कदम पर आप जय पाकर आगे बढ़ोगे। വിശ്വാസം എന്ന പരിചയം നീ താഴെ വെച്ചാൽ നിരാശ വന്ന് നിന്നെ ആക്രമിച്ച് നിന്നെ തള്ളിയിടും. अगर आप विश्वास की डाल को यदि नीचे रखते हैं तो निराशा आपको पराजय करके आपको गिरा देगा। വിശ്വാസം എന്ന പരിചയം താഴെ വെച്ച ഭക്തന് സംഭവിച്ചത് നമുക്കറിയാം, ഏലിയാവിന്റെ ജീവിത അനുഭവം നമുക്കറിയാം. विश्वास का डाल यदि हम नीचे रखेंगे तो भक्त एलिया के जीवन में क्या हो गया? निराशा आ गया। ആ നാട്ടിലേക്ക് ഒന്നും ദൈവാത്മാവ് ആഴത്തിൽ ഇടപെടുകയാണ്. ആ നാട്ടിലൊരു വലിയ ദൈവപ്രവൃത്തി അങ്ങ് ആഴത്തിൽ വെളിപ്പെട്ടു. ഹല്ലേലൂയ. എല്ലാ ഗിരികളിലും ശലോമോൻ രാജാവ് തന്നെ അന്യ ദൈവങ്ങളെ പ്രതിഷ്ഠിച്ച് ദൈവത്തിന്റെ നാമത്തെ ഉന്മൂലമാക്കി കളഞ്ഞ അതേ ദേശത്ത് തന്നെ കർമ്മേലിന്റെ കൊടുമുടിയിൽ അവൻ കയറി തകർന്നു കിടന്ന യാഗപീഠത്തെ യഥാസ്ഥാനപ്പെടുത്തി അവിടെ ദൈവാരാധന വെളിപ്പെട്ട് ദൈവത്തിന്റെ തീ ഇറങ്ങി മഹത്വം കണ്ട പ്രവാചകൻ.
और हम देखते हैं कि उस गांव में जो है हालेलुया परमेश्वर की आत्मा बड़े सामर्थ्य से बातें कर रही है। वो गांव में एक बड़ा परमेश्वर का कार्य हो, क्योंकि सोलोमन राजा के काल में जितने भी अन्य आराधना वहां पर चला था, वो अन्य आराधना के विरोध में जो है एलिया करमेल के चोटी में जाकर वेदी को, जो टूटा हुआ वेदी था, उसको बनाया तो परमेश्वर का आराधना प्रकट हुआ। स्वर्ग से एक वहां पर अग्नि आया और वहां पर एक बड़ा आत्मिक बेदारी हुआ जगह। ഇവിടെ ഇരിക്കുന്ന ചിലര് പറയുന്നുണ്ട്, കർത്താവ് എങ്ങനെ നടക്കാനാ, യാതൊരു ഉണർവിന്റെ ലക്ഷണവും ഇല്ല, ഇവിടെ മുഴുവൻ നശിച്ചു കിടക്കാൻ. നോ, ദൈവാത്മാവ് പറയാണ് നിന്നെ അവിടേക്ക് വിട്ടത് അവിടെ തകർന്നു കിടന്ന യാഗപീഠത്തെ പുനഃസ്ഥാപിക്കാനാ. और आप में से कई लोग यहाँ बैठ के सोचते रहेंगे कि यहाँ पर कुछ नहीं होगा क्योंकि यहाँ पर आत्मिक बेदारी संभव नहीं है, लेकिन परमेश्वर की आत्मा कह रही है नहीं, आपको यहाँ पर इसलिए भेजा है कि आपके द्वारा यहाँ पर एक रिवाइवल हो। ഹാലലൂയ. അവിടെ നീ ഹാലലൂയ യാഗപീഠം ക്രമീകരിച്ച് പ്രാർത്ഥിച്ചു തുടങ്ങുമ്പോൾ സ്വർഗം തുറക്കും, അഗ്നി ഇറങ്ങും, ദൈവമഹത്വം ദേശത്ത് വെളിപ്പെടും. अगर आप वहां पर वेदी को हालेलुया बनाने के लिए तैयार होते हैं तो वहां पर स्वर्ग से एक अग्नि उतरेगा, परमेश्वर का महिमा वो लोग देख पाएंगे। അത് കഴിഞ്ഞിട്ട് വലിയ ദൈവമഹത്വം കണ്ട പ്രവാചകൻ ആഹാബിന്റെ രഥത്തിന് മുമ്പേ ഓടിയിറങ്ങുവാൻ കൃപ പകർന്ന അഗ്നിരഥത്തിന് മുമ്പേ അഗ്നിരഥത്തിൽ കൊണ്ടുപോകുന്നവൻ പകർന്ന ആത്മശക്തിയോടെ ഓടി ഇറങ്ങിയവൻ താഴെ വന്നപ്പോൾ, മലയിറങ്ങി താഴെ വന്നപ്പോൾ ഹാലലൂയ ചില ഭീഷണിയുടെ വാക്ക് കേട്ടപ്പോൾ അവന്റെ വിശ്വാസത്തിന്റെ പരിച താഴോട്ട് വെച്ചു. ആ ഭീഷണിയുടെ ആക്രമണം അവന്റെ നേരെ അടിച്ചു. നിന്റെ നേരെ പരിച പിടിച്ചില്ലെങ്കിൽ അത് നിന്നെ തകർക്കുന്ന വാക്കുകളാവും. ഓർത്തോണേ, സ്തോത്രം. ദൈവാത്മാവ് ചിലരെ നോക്കി ദൂത് പറയുന്നു. ചില വാക്കുകൾ കേട്ട് നിന്റെ ജീവിതത്തിൽ നീ തകരേണ്ട സമയമല്ല ഇത്. വിശ്വാസത്തിന്റെ പരിചയം നേരിടുക. നോ, ഐ ഡോണ്ട് റിസീവ് ഇറ്റ്. ഞാൻ അതിനെ ഏറ്റെടുക്കത്തില്ല. പറ, അവരും ഇവരും പറയുന്ന വാക്കല്ല, എന്റെ ദൈവം തന്ന വാഗ്ദത്തം എന്റെ അകത്തുണ്ട്. പറ, നീ ആ വാഗ്ദത്തം കൊണ്ട് റൈറ്റ് ഹാൻഡിലെ സോഡ് കൊണ്ട് അതിനെ വെട്ടി ജയമെടുക്കുക. നോ, യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ഞാൻ ഈ വാക്കിന് അടിമപ്പെടത്തില്ല. ഡോക്ടർ പറഞ്ഞു ഇനി നിനക്ക് 1 മാസം കൂടെ ഉള്ളെന്ന്. നോ, ഐ ഡോണ്ട് റിസീവ് ഇറ്റ്. ഹല്ലേലൂയ. ബാങ്ക് പറഞ്ഞു നിനക്ക് പൈസ ഇല്ല, നിന്റെ കാര്യം നടക്കത്തില്ല. നോ, ഐ ഡോണ്ട് റിസീവ് ഇറ്റ്. എന്റെ ദൈവം വാഗ്ദത്തം തന്നവൻ, എന്നെ പരിപാലിക്കുന്ന ദൈവം. നിന്റെ എത്ര വാഗ്ദത്തം അറിയാം? വാഗ്ദത്തം പറഞ്ഞ റൈറ്റ് ഹാൻഡ് കൊണ്ട് ആ സ്വോർഡ് കൊണ്ട് വെട്ടി ജയമെടുക്കുക. ലെഫ്റ്റ് ഹാൻഡിലെ പരിച കറക്റ്റ് പിടിക്കുക. പൊസിഷനെ പിടിച്ചില്ലെങ്കിൽ അവിടുന്ന് ഇവിടുന്നൊക്കെ ഹല്ലേലൂയ നിരാശയുടെ ദുഷ്ടന്റെ തീയമ്പ് വന്ന് കയറും. ദുഷ്ടന്റെ തീയമ്പുകളെയൊക്കെ കെടുക്കുവാൻ തക്കതായ വിശ്വാസത്തിന്റെ പരിച സ്ട്രോങ് ആയിട്ട് പിടിച്ചിട്ട് പറ, എന്റെ ദൈവം എനിക്ക് ഇറങ്ങി വന്ന് പ്രവർത്തിക്കുമെന്ന് പറ. അങ്ങനെ നീ മുമ്പോട്ട് പോകും. हालेलुया, स्तुतियो, हालेलुया। परमेश्वर की आत्मा कह रही है हालेलुया, यहाँ पर जो है भक्त जो है बड़ा आत्मा का एक बेदारी उस गांव में, उस शहर में लेके आने के बाद एक बड़ा दम की जो है सुनकर जो है वो अपना विश्वास का ढाल को जो है नीचे रख दिया और उसको जो है बहुत निराशा जीवन में आया। यदि हम विश्वास का ढाल जो हमारे बाएं हाथ में यदि उसको नीचे रखते, इधर उधर से आने वाला जो भी निराशा है, निराशा की बातें हमारे जीवन को जो है पराजित करेंगे। हमको क्या करना है? ये डाल को हालेलुया अपने सामने रखकर ये कहना है कि मैं उसे रिसीव नहीं करती हूँ। मैं जो वचन जो बोली आप मेरे विरोध में लेके आ रहे, मेरे दाहिने हाथ में जो तलवार है, वचन का तलवार से मैं उसे तोड़ दे रही हूँ। डॉक्टर ने कहा मुझे केवल 1 महीना जीवित रहेगी, हालेलुया मैं डाल इस्तेमाल कर रही हूँ, आई डोंट रिसीव इट। और राइट अपना दाहिनी हाथ से मैं उसे काट रही हूँ, वचन के द्वारा काट रही हूँ। बैंक ने कहा आपके पास पैसा नहीं है, हालेलुया आपसे कुछ हो नहीं सकता, तो मैं बाएं हाथ में जो डाल है उसे इस्तेमाल कर रही हूँ और कह रही हूँ आई डोंट रिसीव इट, मैं इसे रिसीव नहीं करती हूँ। और मेरे दाहिनी हाथ में जो वचन का तलवार है, वो तलवार से मैं उसे काट रही हूँ। ഹല്ലേലൂയ. എത്ര പേർ അത് ഏറ്റെടുക്കുന്നു? ആലോചന എത്ര പേർ ഏറ്റെടുക്കുന്നു? ഏറ്റെടുക്കുന്നവർ കരങ്ങൾ ഉയർത്തി ദൈവത്തിന് സ്തോത്രം ചെയ്താട്ടെ. कितने लोग ये वाणी को स्वीकार करेंगे? स्वीकार करने वाले अपने हाथों को उठा के प्रभु को महिमा दे। ഒരു റിസൾട്ടും ഉണ്ടാകത്തില്ല. നിന്നോട് വാദിക്കുന്നിടത്ത് തന്നെ റിസൾട്ട് കാണാൻ പോവാ. और कोई भी जो है आप जहां पर आपसे ललकार रहे हैं वहां पर ही आप एक अच्छा नतीजा देखेंगे। നീ രക്ഷപ്പെടുത്തലെന്ന് വാദിക്കുന്ന നിന്റെ വീട്ടുകാരുടെ മുമ്പിൽ തന്നെ ദൈവം നിന്നെ ഉയർത്താൻ പോവാ. और आप छुटकारा नहीं पाएगा, आपका भला नहीं होगा, कहने वाले परिवार के सामने ही परमेश्वर आपको जो है ऊंचा करेगा। നിന്റെ സർട്ടിഫിക്കറ്റ് നോക്കി നിനക്ക് രക്ഷയില്ല, ഇനി നിനക്ക് ഒന്നും മുമ്പോട്ട് പോകാൻ പറ്റത്തെന്ന് പറയുന്നവരുടെ മുമ്പിൽ തന്നെ നീ പോകാൻ പോവാ. और आपके सर्टिफिकेट देखकर ये कहेंगे कि आपका कुछ होने वाला नहीं, आप आगे बढ़ नहीं पाओगे, उनके सामने ही परमेश्वर आपको आगे ले चलेगा।
പ്രായമായി, ഇനി നിന്റെ ഏജ് ഒക്കെ ഓവറായി എന്ന് പറയുന്നതിന്റെ മുമ്പിൽ തന്നെ പുതുബലത്തോടെ കാലേബിനെ പോലെ നീ ചില യാത്രകൾ തുടങ്ങാൻ പോവാ. और बहुत उम्र हो गया, अभी एज हो गया करके कहने वालों के सामने कालेब के समान नया बेल के साथ परमेश्वर आपको आगे भेजेगा। അങ്ങനെയൊക്കെ അങ്ങോട്ട് വിശ്വസിച്ച് അങ്ങോട്ട് ഏറ്റെടുത്തു. ऐसा विश्वास करके स्वीकार करे, रिसीव करे। കർത്താവ് പറഞ്ഞ പോലെ ശിശുക്കളുടെ ഹൃദയത്തോടെ നീ ഏറ്റെടുത്തു. और जैसे परमेश्वर ने कहा छोटे बच्चे शिशु के समान हमें ये बातों को स्वीकारना है। ഞാൻ അങ്ങനെയാണ്. എവിടെ പോയാലും അവന്റെ അപ്പൻ എന്നോട് ഒരു വാഗ്ദത്തം പറഞ്ഞാൽ അത് ചാടി പിടിക്കും. ആ വാഗ്ദത്തത്തിൽ എത്ര ഇരുട്ടിനകത്തൂടെ ഞാൻ മുമ്പോട്ട് പോകും. കാരണം എനിക്കറിയാം എന്നെ ആ വാഗ്ദത്തം നടത്തുമെന്ന്. और मैं ऐसे ही हूँ, प्रभु ने जितने भी अंधेरे में मुझे जो भी प्रतिज्ञा दिया मैं उसे पकड़ लेती हूँ, दबोच लेती हूँ। मुझे पता है कि वो प्रतिज्ञा मुझे जो है कितना भी अंधकार क्यों ना हो उसके बीच में से मुझे आगे ले चलेगा। ദുഷ്ടനായവൻ തകർക്കാൻ വേണ്ടി എന്തെല്ലാം ആയുധങ്ങൾ ഒന്നും ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നില്ല. കർത്താവിന് സ്വന്തം അങ്ങനത്തെ അനുഭവങ്ങളൊന്നും പറയാൻ എനിക്ക് താല്പര്യമില്ല. കാരണം മഹത്വം നിറയണം, വചനം നിറയണം, വചനത്തിന്റെ ആഴം നിറയണം. കർത്താവിന് സ്വന്തം എന്നാൽ 1-2 പറയാം. കർത്താവിന് സ്വന്തം നിന്നെ തകർക്കുവാൻ, നിന്നെ മുടിക്കുവാൻ പ്രാർത്ഥിക്കുന്ന മൊർദെഖായിയെ, റെബെലെ, ദൈവാത്മാവ് ചിലതിനെ തൊട്ട് സംസാരിക്കുക. പ്രാർത്ഥിക്കുന്ന മൊർദെഖായിയെ, നിന്റെ പ്രാർത്ഥനയെ തകർക്കുവാൻ, നിന്റെ ദൈവവിശ്വാസത്തെ തകർക്കുവാൻ. ഹാമാൻ എത്ര വലിയ കഴുകുമരം ഉണ്ടാക്കിയാലും അവൻ ഉണ്ടാക്കിയ കഴുകുമരത്തിൽ അവൻ തന്നെ അവസാനിക്കത്തുള്ളൂ. നിന്നെ തൊടുവാൻ ദൈവം അവനെ അനുവദിക്കത്തില്ല. യേശു ക്രിസ്തുവിന്റെ രക്തത്താലും വചനത്താലും ജയം പ്രഖ്യാപിക്കുന്നു. हालेलुया। दुष्ट जो है कितने भी हमारे विरोध में युक्तियां बनाए हमें नाश करने के लिए, मेरे जीवन में गवाही, लेकिन वो बताने के लिए समय नहीं है क्योंकि वचन जो है यहाँ पर प्रकट होना है। और परमेश्वर की आत्मा कुछ लोगों को देखकर कह रही है कि हालेलुया, प्रार्थना करने वाला मोर्देकाई आपके विरोध में जितने भी हमारी युक्तियां क्यों ना बनाए वो जीतेगा नहीं। ഹല്ലേലൂയ. കാരണം നിന്റെ കണ്ണുനീരും പ്രാർത്ഥനയും സ്വർഗം നോക്കി വെച്ചിട്ടുണ്ട്, അത് നോട്ട് ചെയ്തിട്ടുണ്ട്. മനുഷ്യൻ മറന്നുപോകും. നീ ഉപവസിച്ചതും നീ പ്രാർത്ഥിച്ചതൊക്കെ മനുഷ്യർ മറന്നുപോകും. നിന്റെ സഭയിലുള്ളവരോ നിന്റെ കൂട്ടത്തിൽ നിൽക്കുന്നവർ പോലും മറന്നു, നിന്റെ വീട്ടുകാർ പോലും മറന്നുപോകും കേട്ടോ. അവരതെല്ലാം മറന്നിട്ട് നിന്നെ നോക്കി പലതും പല കമന്റും പറയും. നീ അതൊന്നും കേട്ടിട്ട് കട്ടിലെ പോയി കിടക്കണ്ട കേട്ടോ. ഇവിടെ ഇരിക്കുന്ന ചിലരോട് ദൈവാത്മാവ് എന്നെ വിവേചിച്ച്, ഇനി അങ്ങ് ദൈവാത്മാവിൽ വിവേചിച്ച് സംസാരിച്ചു. എനിക്ക് ഒത്തിരി കാര്യം പറയാനുമുണ്ട്. ദൈവാത്മാവ് ചിലരെ വിവേചിച്ച് സംസാരിക്കുകയാണ്. ചില ഭയങ്കര ഡിപ്രഷനിലൂടെ പോകുന്ന ചിലർ എന്നെ ശ്രദ്ധിക്കുന്നുണ്ട്. और यहाँ पर आपके आंसुओं को, आपके प्रार्थनाओं को नोट करने वाला एक जीवित परमेश्वर है। मनुष्य जो है आपने कितना उपवास किया भूल जाएंगे, हालेलुया, कलीसिया भूल जाएंगे, आपके साथ रहने वाले आपके परिवार के लोग भी भूल जाएंगे, आपके ऊपर कमेंट करेंगे। आप जाके निराश होकर लेट मत जाना। यहाँ पर बैठे हुए कुछ लोग जो डिप्रेशन में, परमेश्वर की आत्मा उनसे बातें कर रही है। ഏലിയാവിനെ പോലെ നീ പറയുകയാണ്, ഇന്നലകളിൽ ഒത്തിരി കാര്യമൊക്കെ ചെയ്തു, പക്ഷെ ഇപ്പൊ ഞാൻ നോക്കിയിട്ട് ഒരു സാധ്യതയില്ല. ഞാൻ നോക്കിയപ്പം അവരെന്നെ കൊല്ലും, എനിക്ക് മുമ്പോട്ട് പോകാൻ വഴിയുമില്ല, ഈ മരുഭൂമി കൊണ്ട് ഞാൻ അവസാനിക്കും. എന്നിട്ട് ദൈവാത്മാവിനെ ഒരു വെളിപ്പാട് കാണിക്കുന്നു. കഴിഞ്ഞ നാളുകളിൽ കർത്താവിന് വേണ്ടി ശക്തമായി പ്രയോജനപ്പെട്ട ചിലർ ഈ ദിവസങ്ങളിൽ ചില വാക്കുകളുടെ മുൻപിൽ, ചില വിഷയങ്ങളുടെ മുൻപിൽ തളർന്ന് എപ്പോഴും ഇച്ചിരി ആഹാരം കഴിക്കും, പിന്നെയും പോയി കിടക്കും, പിന്നെയും നീ കട്ടിലേ കിടക്കുന്ന പരിപാടി മാറ്റി എഴുന്നേക്ക്. അവിടുന്ന് സടകൂടെ എഴുന്നേൽക്ക, നിനക്ക് ദൂരയാത്ര ചെയ്യാനുണ്ടെന്ന് ദൈവാത്മാവ് ചിലതിനെ നോക്കി ശക്തമായി ആലോചന അറിയിക്കുക. परमेश्वर की आत्मा कह रही है कि हालेलुया, पिछले दिनों में हालेलुया हमें बड़े सामर्थ्य के साथ इस्तेमाल किया। कुछ लोग हमारे बीच में है और मुझे सुन रहे, लेकिन अभी कुछ बात सुनने के बाद, मनुष्य की आवाज सुनने के बाद, निराशाओं के बात सुनने के बाद जो है हालेलुया डिप्रेशन में होकर बिस्तर में जाके सो रहे। परमेश्वर की आत्मा उनसे कह रही है कि बिस्तर से तू जरा उठ, क्योंकि तुझे दूर यात्रा करने का है। ഏലിയാവ് ഹല്ലേലൂയ അവിടെ പോയി കിടക്കുക. എന്തോ ഒരു ശുശ്രൂഷയുള്ളവനാണെന്നറിയാമോ? ഏത് നിലവാരത്തിൽ ദൈവത്താൽ ഉപയോഗിക്കപ്പെടേണ്ടവനാ. പക്ഷെ വാക്കുകളുടെ മുമ്പിൽ തളർന്നു പോയിട്ട് ഹല്ലേലൂയ ആ ചൂരച്ചെടി കൊണ്ട് ഞാൻ അവസാനിച്ചാ മതിയെന്ന് പറയുന്ന ഏലിയാവേ, നോ, ആരാ പറഞ്ഞ? നീ ആരാന്നറിയാമോ? ഹു ആർ യു എന്നറിയാമോ? നിന്നെ മേൽ പകർന്നിരിക്കുന്ന ആത്മബലം എത്ര വലുതാണെന്നറിയാമോ? ഇവരും അവരും പറയുന്ന വാക്ക് ഏത് പൊസിഷനിലും, ഏത് പൊസിഷനിലും, ഏത് ഭരണത്തിലിരുന്നാലും, എത്ര വലിയ ആള് നിന്റെ നേരെ പറഞ്ഞാലും ദൈവാത്മാവ് നിന്നെ നോക്കി പറഞ്ഞു, നിന്നെ വിളിച്ച ദൈവം വിശ്വസ്തനെന്ന് നീ ഉറയ്ക്കുന്നുവെങ്കിൽ ഏത് മനുഷ്യൻ കെട്ടുന്ന വാക്കുകൾക്കും പ്രവൃത്തികൾക്കും അപ്പുറം നിന്നെ ദൈവിക പദ്ധതിയിൽ എത്തിക്കുവാൻ ദൈവം ശക്തനാ.
हालेलुया। पिछले दिनों में बड़े काम किया एलिया, अभी कुछ मनुष्यों के केवल बातों के द्वारा जो है हालेलुया मरने के लिए आग्रह कर रहा है, लेकिन एलिया भूल गया कि वो कौन है, उसमें परमेश्वर ने उंडेला हुआ अभिषेक क्या है करके भूल गया। यहाँ पर बेटे कुछ लोगों से परमेश्वर की आत्मा कह रही, कितना बड़ा पद में बैठा हुआ व्यक्ति ने आपके विरोध में कुछ कहा है तो भी परमेश्वर कहता है मैं विश्वास योग्य हूं, मैं तुझे चलाने के लिए सामर्थ्यवान हूं, तू उनके शब्दों के द्वारा जो है निराश ना हो, क्योंकि मेरा काम तेरे द्वारा होगा। നിന്റെ മേലുള്ള കാലിബറും നിന്റെ മേലുള്ള പൊട്ടൻഷ്യലും നിനക്ക് തന്നിരിക്കുന്ന താലന്തും നിനക്ക് തന്നിരിക്കുന്ന വലിയ ആഴമേറിയ ചിന്തകളും നിന്റെ മേൽ ചിന്തകളും നല്ല ദൈവാത്മാവിനെ കാണിക്കുന്ന ഒരു ചില തലമുറകൾ വിട്ടിരിക്കുന്ന ഒരു 10 പേരോട് ഒരുപോലെ ദൈവാത്മാവ് തൊട്ട് സംസാരിക്കുക. നിന്നെ തെരഞ്ഞെടുത്തിരിക്കുന്ന ആഴമേറിയ ചില ഗ്രാഹ്യമേറിയ വിഷയങ്ങളും മറ്റാർക്കും ഇല്ലാത്തതാ കുഞ്ഞെ, മറ്റാർക്കും ഇല്ലാത്തതാ ദൈവദാസനെ, മറ്റാർക്കും ഇല്ലാത്തതാ ദൈവദാസിയെ, സഹോദര സഹോദരി, മറ്റാർക്കും കൊടുക്കാത്തത് നിന്റെ മേൽ തന്ന് ദൈവം നിന്നെ ആക്കി വെച്ചെടുത്ത് അത് പുറത്തു വരാതിരിക്കാൻ ശത്രു പറയുന്ന വാക്ക് കേട്ട് നീ നിരാശപ്പെട്ടു പോകാനല്ല, മറിച്ച് ഇന്ന് രാത്രി പറ, എന്റെ ദൈവത്താൽ ഞാൻ ഈ മതിലുകളെ ചാടിക്കടക്കും, എന്റെ കർത്താവായ യഹോവ എന്റെ അന്ധകാരത്തെ പ്രകാശമാക്കും. ഐ വിൽ ഗോ ഫോർവേഡ്, ഞാൻ മുൻപോട്ട് പോകുക തന്നെ ചെയ്യും. ഞാൻ ഒരു റിസൾട്ട് കാണുന്നില്ല, അവിടെ തന്നെ പോയി പ്രവർത്തിക്കും. പറ, ഞാൻ അവിടെ തന്നെ പോയി പ്രവർത്തിക്കും. എന്റെ ദൈവം അവിടെ എനിക്ക് ആത്മാക്കളെ തരും. यहाँ पर बेटे कुछ 10 संतानों से तो परमेश्वर की आत्मा छूकर बात कर रही है कि आपको दिया हुआ टैलेंट, आपको दिया हुआ कैपेसिटी, आपको दिया हुआ कैपेबिलिटी, आपको दिया हुआ एबिलिटी जो है, जो भी क्षमता परमेश्वर ने आपको दिया है वो बाकी लोगों से अलग है करके परमेश्वर की आत्मा कह रही। दूसरों से व्यत्यस्त एक परमेश्वर ने खासियत आपको दिया है, अनुग्रह आपको दिया, वो बाहर नहीं आने के लिए जो है शत्रु कार्य कर रहा है, लेकिन आप विश्वास के द्वारा बोले मैं इस दीवार को विश्वास के साथ मेरे प्रभु के द्वारा लागूंगा, मेरा परमेश्वर यहोवा मेरे अंधियारे को उजियाला करेगा करके विश्वास के साथ कहिए। നിന്റെ അഭിഷേകം നിന്നെ വ്യത്യസ്തനാക്കും. आपका अभिषेक आपको व्यत्यस्त करेगा, अलग करेगा। എത്ര പേര് അത് ഉറച്ചിട്ട് കൈ ഉയർത്തിയെന്ന് പറ, എന്നിൽ വ്യാപരിക്കുന്ന ദൈവശക്തി എന്റെ ശുശ്രൂഷയെ വ്യത്യസ്തമാക്കും, എന്റെ ജീവിതത്തെ വ്യത്യസ്തമാക്കും, എന്റെ കുടുംബത്തെ വ്യത്യസ്തമാക്കും. പറ, എന്റെ മേൽ എന്റെ ജോലി അതൊരു അനുഗ്രഹമായിരിക്കും. ഇന്ന് മുതൽ ഞാൻ ജോലി ചെയ്യുമ്പോൾ അതൊരു ഭയങ്കര ബ്ലെസ്സിങ് ആയിരിക്കും. ഇതുവരെ ആരും ചിന്തിക്കാത്ത വലിയ വലിയ സൂപ്പർ സ്പെഷ്യലിസ്റ്റുകളൊന്നും ചിന്തിക്കാത്ത രീതിയിൽ നീ തൊടുമ്പോൾ ചില കാര്യങ്ങൾ സംഭവിക്കും. പറ, നീ തൊടുമ്പോൾ ചില ഡിവൈസുകളിൽ ദൈവം അത്ഭുതം പ്രവർത്തിക്കും. അങ്ങനെയൊക്കെ അങ്ങോട്ട് ഏറ്റെടുത്തേ, ദൂതുകൾ ഏറ്റെടുത്തിട്ട് പറ, ഞാനത് വിശ്വസിക്കുന്നു. കാരണം എന്റെ മേലുള്ള അഭിഷേകം അങ്ങനത്തെ ഒരു അഭിഷേകമാണ്. ഏത് മെഡിക്കൽ ഫീൽഡിലാകട്ടെ, IT ഫീൽഡിലാകട്ടെ, ശുശ്രൂഷയിലാകട്ടെ, ഏത് ഫീൽഡിലാകട്ടെ ദൈവാത്മാവ് തൊട്ട് പറയുകയാണ്. ഈവൻ ഓട്ടോമൊബൈൽ ഫീൽഡിൽ പോലും ഇവിടെ ഇരിക്കുന്ന ആരോരുത്തരൊക്കെ ദൈവാത്മാവ് തൊടുകയാണ്. നീ ആയിരിക്കുന്ന ഏത് മേഖലയിലാണോ അവിടെ വന്ന് നീ തൊടുന്നതിനെ ഒരു അത്ഭുതമാക്കുന്ന ദൈവമുണ്ടെന്ന് നീ ഒന്ന് ഉറച്ചിട്ട് ഇപ്പോൾ മുതൽ നീ അങ്ങനെ മുമ്പോട്ട് പോകും. നിന്റെ അഭിഷേകം നിന്നെ വ്യത്യസ്തനാക്കും. मेरे में परमेश्वर ने उंडेला हुआ अभिषेक मुझे दूसरों से अलग करता है। वो अभिषेक के द्वारा मैं अपनी नौकरी में जो है आशीषित पाऊंगी, मेरे परिवार में, मेरे कलीसिया में, मेरे पड़ोसी में, पड़ोसियों के जगह में, हर जगह में मेरे अभिषेक परमेश्वर ने मुझ में उंडेला हुआ अभिषेक के द्वारा जो है अनुग्रहित पाऊंगी। मैं जिसको टच करूंगी, जो चीज को मैं स्पर्श करूंगी वो जो है आशीषित होगा, ब्लेसिंग होगा, मेरा जॉब ब्लेसिंग होगा करके आप रिसीव करें, विश्वास करें। मेडिकल फील्ड हो, IT फील्ड हो, मिनिस्ट्री हो, ऑटोमोबाइल हो, आप जो भी पद में, जो भी क्षेत्र में हो, परमेश्वर कहता है विश्वास करो, मेरे द्वारा, मुझ में उंडेला हुआ अभिषेक के द्वारा मैं जहां पर कदम रखूंगी, छूंगी, वहां पर एक बदलावट होगा, आशीष होगा। സ്വർഗീയ അഭിഷേകത്താൽ നിറയപ്പെട്ട നീ ഈ ലോകത്തിന്റെ യാതൊരു ക്രെഡിബിലിറ്റിയും ഇല്ലാത്ത ആളുകൾ പറയുന്ന കേട്ട് നിന്റെ ശുശ്രൂഷ നിർത്തണ്ട. और स्वर्ग से आपको जो है एक क्रेडिबिलिटी मिला है या अभिषेक मिला, इतना बड़ा चीज आपको स्वर्ग से मिला, संसार के लोगों के पास वो आशीष नहीं है, उनकी बातों में आप कैसे निराश होते हो? അവൻ ആരുമല്ല നിന്റെ ജീവിതത്തില്. നീ ഒന്ന് പറഞ്ഞേ, ഹി ഈസ് നോ വൺ ഇൻ മൈ ലൈഫ്. അവനോ അവളോ ഒന്നും ആരുമല്ല എന്റെ ജീവിതത്തില്. ഒന്ന് പറ, അവരാരുമല്ല എന്റെ ജീവിതത്തില്, ഞാനത് കേൾക്കത്തില്ലെന്ന് പറ. और संसार के लोग जो परमेश्वर की ओर से अभिषेक पाया हुआ नहीं है, ऐसे लोगों की बातों से आप निराश नहीं होना। ऐसा मुंह से कहे कि वो लोग कुछ भी नहीं है.
എന്റെ കൂടെയുള്ളത്, എന്റെ കൂടെയുള്ളത് സർവ്വത്തിന്മേലും അധികാരമുള്ളവൻ, ഇരുട്ടിനെ വെളിച്ചമാക്കാൻ കഴിയുന്നവൻ, വെളിച്ചത്തെ ഇരുട്ടാക്കാൻ കഴിയുന്നവൻ, ഏത് വാതിലുകളെ തുറക്കുവാൻ വാതിലായവൻ, ഏതിനെ തുറക്കുന്ന താക്കോലായവൻ. ഓ ദാവീദ് ഗോത്ര സിംഹത്തിന്റെ കൂടെയാ ഞാൻ നിൽക്കുന്ന പറ. ഞാൻ എന്റെ ദൈവത്തിന് കൂടെയാ നിൽക്കുന്നത്. അവൻ എനിക്ക് മുൻപായി ചെന്ന ദുർഘടങ്ങളെ നിരപ്പാക്കുകയും ഇരുമ്പോടാമ്പലുകളെ തകർത്ത് കളയുകയും താമ്രവാതിലുകളെ തകർക്കുകയും ചെയ്യുവാൻ കഴിവുള്ള ദൈവത്തിന് കൂടെയാ നിൽക്കുന്നതെന്ന് പറഞ്ഞു. आप कहे कि मैं जिसके साथ खड़ा हूँ वो जो है अरे द्वारों को खोलने वाला परमेश्वर, हर अंधकार को ज्योति करने वाला, ज्योति को अंधकार करने के लिए क्षमता और पर्याप्त परमेश्वर है। इसलिए कहे मेरे साथ खड़े रहने वाला परमेश्वर के पास जो है कुंजिया है और वो द्वारों का अरे परमेश्वर है। कोई भी बंद द्वार खोलने के लिए सामर्थ्य रखने वाला परमेश्वर वो यहूदा गोत्र का सिंह है। मेरे साथ खड़े रहने वाला परमेश्वर बड़ा है, छोटा नहीं है। സത്യം പറഞ്ഞാൽ അങ്ങ് ആരാധിച്ച് ബലപ്പെടാൻ തോന്നും. അതുപോലെ വലിയ ആത്മസാന്നിധ്യമാണ്. അല്ലേ, നമ്മൾ സൂമിലാ മീറ്റിംഗിൽ എന്തൊരു ദൈവസാന്നിധ്യമാണെന്ന് അറിയാമോ ഈ മീറ്റിംഗിൽ നടന്നിറക്കുന്നത്. നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് നന്ദി പറയുന്നു, നിങ്ങളുടെ ആ സമർപ്പണത്തിന് നന്ദി പറയുന്നു. ആ സമർപ്പണമുള്ളവർ കൂടി വരുമ്പോഴാണ് ഇങ്ങനെ ആത്മസാന്നിധ്യത്തിൽ ശുശ്രൂഷിക്കുന്നത്. ഒത്തിരി താങ്ക് യു സോ മച്ച്. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ഈ ദൈവദാസിമാരെ നിങ്ങളെ ദൈവം അനുഗ്രഹിക്കട്ടെ. ഞാൻ നിങ്ങളോട് ഓരോരുത്തരെയും തൊട്ടു പറയാം, എനിക്ക് കൈതെന്ന് പറയാം. നീ ഈ വാഗ്ദത്തം നിന്റെ സ്വന്തമാക്കിയാൽ നീ വ്യത്യസ്തനായിരിക്കും. നീ ദൈവത്തോട് ചേർന്ന് നടക്കും. നിന്റെ ജോലി ഒരു അത്ഭുതമായിരിക്കും, നിന്റെ കുടുംബം ഒരു അത്ഭുതമായിരിക്കും, നിന്റെ ശുശ്രൂഷ ഒരു അനുഭവമായിരിക്കും, ഒരു അത്ഭുതമായിരിക്കും. നീ എഴുന്നേറ്റ് നിൽക്കുമ്പോൾ നീ പഠിച്ചത്, ഞാൻ ഒത്തിരി കാര്യം പഠിച്ചതല്ല പറയുന്നത്, പ്രാപിച്ചത് പറയാൻ തുടങ്ങും. സ്വതന്ത്രം പറ. പഠിച്ചത് പറയുന്നതിനപ്പുറം പ്രാപിച്ചു പറയാൻ തുടങ്ങും. നീ സംസാരിക്കാൻ തുടങ്ങുമ്പോൾ മഹത്വം ഇറങ്ങും, ദൂതന്മാരിറങ്ങി നിനക്ക് വേണ്ടി നിന്റെ കൺമുൻപിൽ തന്നെ ദൈവ പ്രവൃത്തി ചെയ്യുന്നത് നീ കാണുവാൻ കഴിയും. और यहाँ पर जो है परमेश्वर के एक बड़ा उपस्थिति को मैं महसूस करती हूँ। मैं धन्यवाद करती हूँ आप सभी लोग जो है प्रार्थना किए। समर्पण करने वाले समर्पित लोग जब एक साथ जुड़ते हैं वहां पर परमेश्वर की उपस्थिति जो है अनुभव करते हैं। और वैसे एक उपस्थिति में यहाँ पर अनुभव कर रही हूँ। यहाँ पर जितने भी परमेश्वर के अभिषेक दास लोग हैं आए हुए, सब लोगों ने जिन्होंने प्रार्थना किया, मैं उसको धन्यवाद करती हूँ। और मैं ये कहना चाहती हूँ आप व्यक्तिगत रूप से ये कहे कि प्रभु ने मुझे जो दिया प्रतिज्ञा, मैं उसे जो व्यक्तिगत रूप से स्वीकार करती हूँ और उसके द्वारा मैं आगे बढ़ूंगी। आप जो पढ़ा है वो नहीं बोले, जो स्टडी किया वो नहीं बोले, जो प्राप्त किया है वो बोलना चाहिए। तभी जो है परमेश्वर की महिमा उतरेगा, स्वर्गदूत उस वक्त उतरेगा। ഹല്ലേലൂയ. ഒത്തിരി ദൈവാത്മാവിന്റെ നിയോഗമുണ്ട് ഒത്തിരി സംസാരിക്കാൻ, പക്ഷെ സമയത്തിനെ ഞാൻ ബഹുമാനിക്കുന്നു. ഹല്ലേലൂയ. ഒരു വചനം പറയാം. യിരെമ്യാ പ്രവചന പുസ്തകം 31-ാം അധ്യായത്തിന് 33-ാം വാക്യം ഒന്ന് എടുത്തേ. നമുക്കിപ്പോ സംഭവിച്ചേക്കുന്ന വ്യത്യാസം എന്തുവാ? ഇവരെന്തുവാ? നമ്മുടെ തീം എന്തുവായിരുന്നു? അവരെ നടുക ദൈവം, അവർക്ക് റിസ്റ്റോറേഷൻ കൊടുക്കുക. ആ റിസ്റ്റോറേഷൻ കൊടുക്കുമ്പോൾ ദൈവം ചെയ്യുന്നത് എന്തുവാന്നറിയാമോ? ഇതുവരെ ഉണ്ടായിരുന്ന ഓൾഡ് നിയമം, പഴയ നിയമം എന്തായിരുന്നെന്ന് അറിയാമോ? അവരുടെ കയ്യിൽ സ്റ്റോൺ ടാബ്ലറ്റ്, കൽപ്പലകകളിലുള്ള പ്രമാണമായിരുന്നു. ശ്രദ്ധിച്ചോ, കൽപ്പലകളിൽ എഴുതിയ പ്രമാണം. പക്ഷെ ആ പ്രമാണത്തെ ദൈവം എന്തായിട്ട് മാറ്റും? 33 യിരെമ്യാ പ്രവചനം 31:33. ഞാൻ എന്റെ ന്യായ പ്രമാണം അവരുടെ ഉള്ളിലാക്കി അവരുടെ ഹൃദയങ്ങളിൽ എഴുതും. ദാറ്റ് ഇസ് ദ ഡിഫറൻസ്. ഞാനും നിങ്ങളും തമ്മിലുള്ള വ്യത്യാസം, നമ്മളും അവരും തമ്മിലുള്ള വ്യത്യാസം എന്തുവാ? നമ്മൾ ദൈവത്തിന്റെ ന്യായപ്രമാണം ഹൃദയത്തിൽ എഴുതപ്പെട്ടവർ. ക്രിസ്തു, ഹല്ലേലൂയ. അടുത്ത ദൂത്, ഹല്ലേലൂയ. സമാഗമന കൂടാരത്തിൽ ദൈവം വസിക്കുന്നു, ജനം ടെന്റുകളിൽ, കൂടാരങ്ങളിൽ പാർക്കുന്നു. പുതിയ പ്രമാണം എന്തുവാണെന്നറിയാമോ? മഹത്വത്തിന്റെ പ്രത്യാശയായവൻ എന്നിൽ ഇരിക്കുന്നു, എന്നിൽ ക്രിസ്തു ഇരിക്കുന്നു, ഞാൻ ദൈവത്തിന്റെ മകനാണ്. യോഹന്നാൻ 14:23. എന്നെ സ്നേഹിക്കുന്നതിന്റെ കൽപ്പനകളെ പ്രമാണിക്കുന്നു, എന്റെ പിതാവ് അവനെ സ്നേഹിക്കുന്നു. അവിടെ കൊടുത്തേക്കുന്ന പ്ലൂറലാണ്. പുത്ര പരിശുദ്ധാത്മ സാന്നിധ്യം നിന്നിലുണ്ട്. ഹല്ലേലൂയ. അത് കൂടാരത്തിൽ ഇരുന്നിട്ട് നീ ദൂരെയല്ല, നിന്നിൽ ദൈവ സാന്നിധ്യം നിറഞ്ഞു നിൽക്കുക, ദൈവത്തിന്റെ മന്ദിരമാക്കി കണ്ടിരിക്കുക. എഫെസ്യർ 2:10. അവൻ നിന്നെ കൈപ്പണിയാക്കിയേക്ക, അവനിൽ സ്വർഗീയ കെട്ടിടത്തിന്റെ ആ പണിയോട് നിന്നെ ചേർത്ത് പണിയാ. എഫെസ്യർ 2:19 മുതൽ. സോറി മോളെ, ദൈവാത്മാവിന്റെ നിയോഗം കൊണ്ട് പറഞ്ഞു പോയതാ. हालेलुया। परमेश्वर की जो उपस्थिति को मैं महसूस कर रही हूँ, इसके लिए रुक नहीं पा रही हूँ। हालेलुया। यहाँ पर हम पढ़ा हुआ वचन में लेके वापस आएंगे। यिर्मयाह का पुस्तक जो है 31 उसका 33। उन लोगों में और आप में और मुझ में फर्क क्या है? यहाँ पर वचन कहता है कि उन लोगों के पास जो है स्टोन का टैबलेट था, मतलब नियम जो है, प्रमाण जो है, उनको पत्थरों
में लिख के दिया था, लेकिन हम में क्या अलग था, ये वचन कहता है, ये पद कहता है कि व्यवस्था जो है आपके और मेरे मन में लिखा गया है। हालेलुया, कोई पत्थर में लिखा नहीं, हमारा हृदय में लिख के दिया है। हम देखते हैं कि पुराने नियम में जो है हालेलुया वेदी में जो है परमेश्वर जो है हालेलुया वास करता है, लेकिन नए नियम में यूहन्ना का किताब 14 अध्याय उसका 23 वचन में प्रभु कहता है कि मसीह जो है आपके और मेरे हृदय में वास करते हैं। वेदी में नहीं, पुराने नियम में वेदी में परमेश्वर रहता था, लोग बाहर रहते थे, लेकिन आज ऐसा नहीं। परमेश्वर ने अरे व्यवस्था अपने हृदय में दिया है और पिता पुत्र पवित्र आत्मा हमारे भीतर रहता है, आपके और मेरे भीतर रहता है, और हमें जो है परमेश्वर ने उसका मंदिर ठहराया है। एफेसियों का पत्री 2 अध्याय उसका 10-19 वचन जरा आप घर पे जाकर पढ़ना। യഹെസ്കേൽ പ്രവചനം 36 അധ്യായത്തിന്റെ 24 വാക്യം മുതൽ നമുക്ക് എപ്പോഴും വായിക്കുന്ന നമ്മുടെ വാക്യമാണ്. നമ്മളെ എന്തെടുക്കുന്നറിയാം, നിർമ്മല ജലം തളിച്ച് നമ്മളുടെ ഹൃദയങ്ങളെയൊക്കെ മാറ്റി, കല്ലായുള്ളതൊക്കെ മാറ്റി പുതിയ ഹൃദയം തന്ന് ദൈവത്തിന്റെ ആത്മാവിനെ നമ്മുടെ ഉള്ളിലാക്കി ദൈവത്തിന്റെ വിധികളും പ്രമാണങ്ങളും തന്ന് പുതിയ ഹൃദയം തന്ന് അങ്ങനെ ആക്കി വെച്ചേക്കുക. സ്തോത്രം. എന്നിട്ട് അതിനകത്തോട്ട് അവന്റെ പ്രമാണം അങ്ങോട്ട് എഴുതി. और एसेकिएल का किताब जो है उसका 36 उसका 24 से कुछ वचन में लिखा है कि परमेश्वर क्या करता है, हमारे हृदय को शुद्ध जल की छिड़काव से शुद्धिकरण करता है, और मैं तुमको तुम्हारी सारी अशुद्धता से जो है आप पवित्र करने वाला परमेश्वर, हमें नया मन नई आत्मा उत्पन्न करने वाला परमेश्वर, हमारे भीतर हमारे मन में व्यवस्था को लिखा हुआ परमेश्वर। ഇതേ തീം നടുക, ദൈവം നട്ട് ഫലം കൊണ്ടുവരികയാണ്. ഇതേ അധ്യായത്തിൽ തന്നെ മുമ്പോട്ട് വരുമ്പോൾ ധാരാളം എനിക്ക് പറയാനുണ്ട്. ശൂന്യമായി കിടന്നത് 34, 35, 36 വാക്യങ്ങൾ. ഹല്ലേലൂയ. ശൂന്യമായത് ഏദൻ തോട്ടം പോലെ ഫലഭൂയിഷ്ടായി തീരും. ഒന്ന് സ്വത്രം പറ. ഒന്നുമില്ല, ഇരുണ്ട് കിടന്നത് വരൾച്ചയുള്ളിടത്ത് ഏദൻ തോട്ടം പോലുള്ള മനോഹാരിത വരും. എങ്ങനെ? ഈ ദൈവത്തിന്റെ പ്രമാണപ്രകാരം ജീവിക്കാൻ തയ്യാറായാൽ. और यही वचन यही अध्याय में जो है 34, 35, 36 वचन पढ़ते समय हालेलुया प्लांट अगेन बोया जाना, फिर से बोया जाएगा परमेश्वर के प्रमाण के अनुसार, व्यवस्था के अनुसार आप और मैं चलते हैं तो शून्य हरेक अवस्था में परमेश्वर हमें क्या है बनाएगा, अंधकार को दूर करेगा, अदन की वाटिका से के समान हमें जो है फलवंत करेगा। സമാഗമന കൂടാരത്തിനകത്ത് തേജസ് ഉണ്ടായിരുന്നു കേട്ടോ. സമാഗമന കൂടാരത്തിനകത്തായിരുന്നു തേജസ് ഇറങ്ങുന്നത്. എന്നാൽ ഇപ്പൊ എവിടെ തേജസ് ഇറങ്ങുന്നത് അറിയാമോ? എന്നിലും നിങ്ങളിലും ദൈവ തേജസ് ഇറങ്ങി നിൽക്കുകയാണ്. നോക്കിയോ, വ്യത്യാസം മനസ്സിലായോ? അന്ന് സമാഗമന കൂടാരത്തിന്മേലാണ് തേജസ് ഇറങ്ങുന്നതെങ്കിൽ ഇപ്പോൾ ഞാനും നിങ്ങളും ഏത് സ്ഥലത്ത് സഞ്ചരിച്ചാലും അവിടെ ദൈവ തേജസ് നമ്മളുടെ മേൽ ഇറങ്ങി നിൽക്കുക. കാരണം എന്താണെന്നറിയാമോ? ന്യായപ്രമാണം നമ്മുടെ ഹൃദയത്തിനകത്ത് കിടക്കുക. और पुराने नियम में जो है परमेश्वर की उपस्थिति टेंट ऑफ मीटिंग्स में होता था, लेकिन यहाँ नए नियम में क्योंकि पिता पुत्र पवित्र आत्मा हमारे संग रहता है, हमारे भीतर रहता है, परमेश्वर की व्यवस्था हमारे भीतर रह करके हम जहां कहीं भी जाता है वहां पर परमेश्वर का तेजस जो है प्रकट होता है। ഈ ഒരു ഒറ്റ വചനത്തിന്റെ അങ്ങ് കണക്ഷനാണ് നമ്മുടെ ഈ ഒരൊറ്റ തീം. അല്ല, ദൈവം റിസ്റ്റോർ ചെയ്യുക, ദൈവം നടുമെന്ന് പറയുമ്പോൾ ഒത്തിരി വചനം ഞാൻ അതുമായിട്ട് കണക്ട് ചെയ്ത് വായിക്കാനായിട്ട് അല്ല പറയാനായിട്ട് എടുത്തു. പക്ഷെ ദൈവാത്മാവ് ശക്തമായി സംസാരിച്ചു. ഹല്ലേലൂയ. ജെറമയ 24 നമ്മൾ വായിച്ചു, 29, 33, എസെക്കിയേൽ 11, എസെക്കിയേൽ 36, സെക്കറിയ 8. ഒത്തിരി പ്രവചന വാക്യങ്ങൾ ഇതുമായിട്ട് കണക്ട് ചെയ്ത് ദൈവത്തിന്റെ റെസ്റ്റോറേഷനെ കുറിച്ച് നമ്മൾ പഠിക്കുന്നുണ്ട്. എന്നാൽ ഒരു വചനം ഞാൻ വായിക്കാം. സെക്കറിയ പ്രവചനം 8:11 മുതൽ. हमने कई जो है वचन यहाँ पर पढ़ा, यिर्मयाह का पुस्तक 29, 31 पढ़ा, फिर हमने एसेकिएल का 36 का 11 पढ़ा। हालेलुया। पुनर्निर्माण के विषय में इतने सारे वचन मैंने जो प्रिपेयर करके आया तो वो बोल नहीं पाई क्योंकि परमेश्वर की आत्मा मुझे कुछ और दिशा में लिखेगी। यहाँ पर हम अभी इसी वक्त हम वचन पढ़ेंगे जकरिया का किताब 8 अध्याय उसका पहला वचन, जकरिया चैप्टर 8 verse 1. 8:12 അവർ സമാധാനത്തോടെ വിതയ്ക്കും, മുന്തിരിവള്ളി ഫലം കായ്ക്കും, ഭൂമി അനുഭവം നൽകും, ആകാശം മഞ്ഞ് പെയ്യിക്കും. പറ, മുന്തിരിവള്ളിയുടെ അനുഭവം. റബാലൊക്കെ പറയും. ഇതിന് ഈ ന്യൂ ടെസ്റ്റമെന്റ് വെളിപ്പാടിലേക്ക് വരണം. ക്രിസ്തുവിനിൽ നിറഞ്ഞാൽ മുന്തിരിയുടെ അനുഭവം ഉണ്ടാവും. സ്വത്രം പറയാവോ?
आमीन, हालेलुया, स्तुति हो। यहाँ पर जकरिया 8:12 में लिखा है कि क्योंकि अब शांति के समय की उपज अर्थात दाखलता फल करेगा, पृथ्वी अपनी उपज उपजाएगी, आकाश में ओस गिरेगा, मसीह मेरे भीतर होगा तो। हालेलुया, यूहन्ना का सुसमाचार में जिस प्रकार लिखा है 15 में, हालेलुया, मसीह मेरे भीतर है तो मैं फलवंत दाखलता होगी। ഓ, അവന്റെ ആ ജീവരസം ഒഴുകുമ്പോ എന്നെ കാണുന്നവര് പറയും, വാവ്, ഇത് ദൈവ മഹത്വത്തിന്റെ വ്യക്തിത്വമാണ്. और यीशु मसीह का जीवन का रस जब मेरे भीतर उंडेला जाएगा, लोग कहेंगे कि इसमें कुछ अलग है, ये कुछ अलग व्यक्ति है। അങ്ങനെ വ്യത്യസ്തരായി ജീവിതത്തിൽ ദൈവമഹത്വം വെളിപ്പെടുവാൻ വേണ്ടി ദിവസങ്ങളിൽ സമർപ്പിക്കുവാൻ ആരൊക്കെ തയ്യാറാണ്, അവരോട് ദൈവാത്മാവ് ഇന്ന് രാത്രി ഇടപെട്ടുകൊണ്ടിരിക്കുക. और ऐसे अलग व्यत्यस्त होने के लिए कितने लोग आग्रह करते, उनसे ही परमेश्वर की आत्मा आज रात को बात कर रही है। വളരെ ആഴമേറിയ ഒരു തീമായിരുന്നു. ടീം തിരഞ്ഞെടുത്ത ബഹുമാനപ്പെട്ട ദൈവമക്കളോടുള്ള പ്രത്യേക കൺഗ്രാജുലേഷൻസ് ഞാൻ പറയട്ടെ. വളരെ അനുഗ്രഹിക്കപ്പെട്ട തീമായിരുന്നു. बहुत आशीष भरा थीम था। इस थीम को सिलेक्ट किया हुआ परमेश्वर के लोगों को मैं बहुत धन्यवाद करती हूँ। प्रभु आपको आशीष करे। വ്യക്തിപരമായി അനേകരോട് ആലോചന പറയാനായിട്ടുണ്ട്, പക്ഷെങ്കിൽ സമയത്തിന്റെ കുറവുകളുണ്ട്. എങ്കിലും എന്റെ നമ്പർ ഇവിടെയുണ്ട്. നിങ്ങൾക്ക് ആർക്കെങ്കിലും വ്യക്തിപരമായി പ്രാർത്ഥിക്കേണ്ട ആവശ്യങ്ങൾ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും വിളിക്കുകയോ അല്ലെങ്കിൽ മെസ്സേജ് വാട്സപ്പിൽ ഒരു മെസ്സേജ് അയച്ചാലും ഞാൻ അതിന് പ്രതികരിക്കാം. ദൈവം നമ്മെ സഹായിക്കുമാറട്ടെ. കർത്താവിന്റെ വലിയ മഹത്വം നിങ്ങളോട് കൂടി ഇരിക്കും. ദൈവം നിങ്ങളെ റിസ്റ്റോർ ചെയ്യും. ഇവിടെ വന്നിരിക്കുന്ന ഒത്തിരി പേരുണ്ട്. നിങ്ങളുടെ ശുശ്രൂഷ റിസ്റ്റോറേഷൻ ഉണ്ട്, നിങ്ങളുടെ ജീവിതത്തിൽ റിസ്റ്റോറേഷൻ ഉണ്ട്, നിങ്ങളുടെ ഫാമിലിയിൽ റിസ്റ്റോറേഷൻ ഉണ്ട്, നിങ്ങളുടെ ജോലിയിൽ റിസ്റ്റോറേഷൻ ഉണ്ട്. അതിനെല്ലാം അപ്പുറമായി നിങ്ങളുടെ ഒരു ബ്ലെസ്സിങ് ആയിരിക്കും. യു വിൽ ബി എ ബ്ലെസ്സിങ്. ഇന്ന് വരെ നിന്നെ നോക്കി പറഞ്ഞവരുടെ മുൻപിൽ തന്നെ നീ അവർക്ക്, ഞാൻ പറയട്ടെ, നീ ഇങ്ങോട്ട് വാങ്ങിക്കുന്നവളല്ല, ഇങ്ങോട്ട് വാങ്ങിക്കുന്നവനല്ല, അങ്ങോട്ട് കൊടുക്കുന്നവനായിത്തീരും. സ്തോത്രം. നീ അങ്ങോട്ട് കൊടുക്കുന്നവനായിരിക്കും. നിന്റെ ഇല്ലായ്മ കണ്ടും നിന്റെ ശൂന്യത കണ്ടും നിന്നെ നേരെ പറഞ്ഞ വാക്കുകളൊക്കെ ദൈവം കേട്ടു. ദൈവം നിന്നെ ഒരു അത്ഭുതമാക്കാൻ പോവും. ദൈവം അത്ഭുതമാക്കുമ്പോണ്ടല്ലോ മറ്റുള്ളവരുടെ മുമ്പിൽ നിന്റെ തല ഉയർത്തി തന്നെ നിർത്തും. തല ഉയർത്തി തന്നെ നിർത്തും. അങ്ങനെ ആകുവാൻ ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. आज बहुत लोगों को व्यक्तिगत रूप से जो है वाणी देना था, लेकिन समय की कमी और वचन बताना था। हालेलुया, मैं कहना चाहती हूँ कि यदि कोई मुझसे हालेलुया प्रार्थना करना चाहते, बात करना चाहता है, तो मुझे जो है मेरे स्क्रीन में नंबर है, उस नंबर में आप मुझे कांटेक्ट कर सकते हैं, वॉइस नोट भेज सकते हैं। आज रात को परमेश्वर आपको पुनर्निर्माण करना चाहते हैं, आपके परिवार में, आपके नौकरी में, आपके व्यक्तिगत जीवन में आपको एक आशीष का कारण बनाना चाहते हैं। आप लोगे नहीं, आपको देने वाले परमेश्वर बनाएंगे। प्रभु आपको एक ब्लेसिंग बनाएंगे, अनुग्रह बनाएंगे। ദൈവം നിങ്ങളെ അങ്ങനെ ആക്കി തീർക്കട്ടെ. കർത്താവിന്റെ വരവ് താമസിച്ചാൽ പിന്നെയും കണ്ട് ദൈവത്തെ സ്തുതിക്കുവാൻ ഇടയാക്കട്ടെ. ഇല്ലെങ്കിൽ നമുക്ക് ഒന്നിച്ച് നിത്യതയിലായിരിക്കാം. കർത്താവ് നമ്മെ ഒന്നിച്ച് ബലപ്പെടുത്തട്ടെ. ഒത്തിരി ഒത്തിരി ദൈവിക മഹത്വം നിങ്ങളിൽ കൂടെ വെളിപ്പെടട്ടെ. അതിനായിട്ട് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുക. ജെയിംസ്, ജെയിനി, ജഷൂൺ ആൻഡ് ജെറമി, ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. താങ്ക് യു സോ മച്ച്. നിത്യതയ്ക്കായി ഒരുക്കട്ടെ. ഒരു നിമിഷം ഞാനൊന്ന് പ്രാർത്ഥിച്ചിട്ട് നിർത്തട്ടെ മോളെ. ഒരു നിമിഷം ഞാൻ ഈ ജനത്തിന് വേണ്ടി ഒന്ന് പ്രാർത്ഥിച്ചോട്ടെ. റബേല ബസ്സിഖര ഹന്തല. ഈ നിമിഷം എന്റെ ജീവിതത്തിൽ ഒരു ദൈവിക സൗഖ്യം എനിക്ക് വേണമെന്ന് ആവശ്യമുള്ളവർ കരങ്ങളെ ഉയർത്തിക്കാൻ. ദൈവിക സൗഖ്യത്തിന്റെ ശക്തി കർത്താവിൽ നിന്ന് പുറപ്പെടുന്ന പോലെ ഇപ്പോൾ തന്നെ ചിലതിനെ സൗഖ്യമാക്കുന്ന ഒരു വലിയ നിയോഗം ദൈവാത്മാവ് പകരുന്നു. ശ്വാസം മുട്ടലിനാൽ ഭാരപ്പെടും. രാത്രി കിടക്കുമ്പോൾ ഉറക്കമില്ലാതെ, വല്ലാതെ ഉറക്കമില്ലാതെ വണ്ണം, ഹാലലുയ, വല്ലാത്ത ബുദ്ധിമുട്ടാണ്, വിമ്മിഷ്ടപ്പെടുത്തുന്ന ചില വിഷയങ്ങൾ. ഹാലലുയ, അതുപോലെ തന്നെ സ്തോത്രം, ശാരീരികമായിട്ട് വളരെ ക്ലേശങ്ങളിലായിരിക്കുന്ന പ്രിയപ്പെട്ടവർ, ദൈവത്തിന്റെ ആത്മാവ് ചിലരെ നോക്കി തൊട്ട് സംസാരിക്കുന്നു. യേശു ക്രിസ്തുവിന്റെ അധികാരമുള്ള നാമത്തിൽ രോഗബന്ധനമേ വിട്ടുമാറിപ്പോ, അഴിഞ്ഞു മാറിപ്പോ. സ്വാതന്ത്ര്യവും ആരോഗ്യവും ബലവും ദൈവകൃപയും കർത്താവ് സൗഖ്യവും കൽപ്പിക്കണം. നിങ്ങൾ വചനമയച്ചു സൗഖ്യമാക്കണം. ഇപ്പോൾ തന്നെ വിശ്വസിക്കുന്നവർക്ക് വേണ്ടി വ്യാപരിക്കുന്ന നിങ്ങളുടെ ശക്തിയുടെ മഹത്വമേറിയ വലിപ്പം അതിപ്പോൾ തന്നെ വ്യാപരിക്കട്ടെ, സൗഖ്യമാകട്ടെ. കർത്താവെ, കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഇങ്ങനെ വലിയ അത്ഭുതമായി സൂമിൽ തന്നെ അനേകർ സൗഖ്യമായി. അതേ അനുഭവം ഇന്ന് രാത്രിയിലും സംഭവിക്കട്ടെ. സൗഖ്യമാകട്ടെ, വിടുതലാകട്ടെ, വിടുതലാകട്ടെ. കർത്താവെ, അങ്ങ് എനിക്ക് തന്ന അധികാരത്തിൽ ബഹുമാന്യ ദൈവദാസന്മാരെ, ദൈവദാസിമാരെ, പ്രിയ സഹോദരി സഹോദരന്മാരെ, മാതാപിതാക്കളെ, കുഞ്ഞുങ്ങളെ കർത്താവെ, പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ ഞാൻ അനുഗ്രഹിക്കുന്നു. നിത്യതയ്ക്കായി ഞങ്ങളെ ഒരുക്കും. കർത്താവെ, ഞങ്ങളുടെ ജീവിതം വളരെ ക്ഷണികമാണ്, ഒത്തിരി ചെയ്തു തീർക്കാനുണ്ട്. അതിന്റെ ആ ഒരു കാലിബറും അതിന്റെ ശ്രേഷ്ഠതയും തിരിച്ചറിഞ്ഞുകൊണ്ട് മാക്സിമം കർത്താവിന് വേണ്ടി ഓടുവാൻ, പ്രവർത്തിക്കുവാൻ ഞങ്ങളെ സഹായിക്കണം. എല്ലാ പുകഴ്ചയും അങ്ങയ്ക്ക്. കർത്താവ് നിത്യതയ്ക്കായി ഞങ്ങളെ ഒന്ന് പിന്നെ ഒരുക്കും.
യേശു ക്രിസ്തുവിൻ ധന്യനാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ. താങ്ക് യു സോ മച്ച്. മേ ഗോഡ് ബ്ലെസ് യു. വൺസ് മോർ താങ്ക് യു. സത്യസ്യ മോളെ ഇന്ന് ഒത്തിരി സ്പീഡിൽ പറഞ്ഞു പോയിട്ടുണ്ട്. ഐ എം സോറി കേട്ടോ മോളെ. ദൈവം അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു മൈ ഡിയർ. It's okay. It's Thank okay. you. Thank you so much for taking your precious time and accepting our invitation. We have been blessed beyond measure. The message was powerful and it was a great blessing to me personally, and I believe to everyone who joined us tonight. Thank you so much. I pray and I pray to God that He uses you mightily, bless you richly wherever you go, and give you many platforms nationally and internationally. May God bless you, Auntie. हालेलुया। स्तुति हो परमेश्वर की आत्मा। हालेलुया। आज रात के समय बड़ी सामर्थ्य के साथ हमसे बातें किया। हालेलुया। और परमेश्वर की दासी ने हम सबों के लिए प्रार्थना किया। कई लोग जो है रात के समय श्वास का ब्रीथिंग इश्यूज और होने वाला उनको ऐसा प्रकटीकरण हो गया। रात को शारीरिक तकलीफ होने वाले लोगों के लिए जो है उनको जो परमेश्वर ने प्रकटीकरण किया उस विषय में प्रार्थना किया है। हालेलुया। मैं विश्वास करती हूँ वचन आपको हालेलुया व्यक्तिगत रूप से अनुग्रहित था, मेरे लिए आशीष था और आपके लिए भी आशीष का कारण बनाए करके मैं विश्वास करती हूँ। आइए हालेलुया हम हालेलुया इस मीटिंग को यहाँ पर समाप्त करेंगे। ये 3 दिन का उपवास और प्रार्थना में हालेलुया सहभागी हुए देश से विदेश से, यूके से, इसराइल से, बहरीन से, दुबई से, केरला से और मुंबई से जुड़े हुए, बिहार से भी कोई लोग जुड़े थे। मैं सबों को धन्यवाद करती हूँ। सबों को परमेश्वर बहुतायत से आशीष करे। आपका हालेलुया ये सहभागिता हमारे लिए अनुग्रह का कारण बना। अगला महीना भी 3 दिन का उपवास प्रार्थना आखिरी सप्ताह होगा। आप लोग जुड़ना इसी लिंक में होगा। हालेलुया കടന്നു വന്ന എല്ലാ ദൈവദാസന്മാർക്കും എല്ലാ ദൈവദാസിമാർക്കും നന്ദി രേഖപ്പെടുത്തുകയാണ്. യുകെയിൽ നിന്നും ഹാലേലുയ യുഎസിൽ നിന്നും ഹാലേലുയ ബീഹാറിൽ നിന്നും മുംബൈയിൽ നിന്നും ബഹ്റൈനിൽ നിന്നും മസ്കറ്റിൽ നിന്നും ദുബൈയിൽ നിന്നും കേരളത്തിൽ നിന്നും ഹാലേലുയ മുംബൈയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നും അനേകർ ഈ ഉപവാസത്തിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്ത എല്ലാവരോടുമുള്ള നന്ദിയെ അറിയിക്കുകയാണ്. അടുത്ത മാസം ഇതേ ലിങ്കിൽ മീറ്റിംഗ് 3 ദിവസത്തെ ഉപവാസ പ്രാർത്ഥന ഉണ്ടായിരിക്കുന്നതായിരിക്കും. ഇന്ന് നമ്മുടെ ഇടയിൽ വചന ശുശ്രൂഷ ദൈവദാസി ഓർത്തും ഞാൻ നന്ദിയെ രേഖപ്പെടുത്തുകയാണ്. ദൈവം പിന്നെയും ഹാലേലുയ ശക്തമായി അനേക വേദികളിൽ ഉപയോഗിക്കട്ടെ എന്ന് ഹാലേലുയ ഞാൻ പ്രാർത്ഥിക്കുന്നു. ഹാലേലുയ തുടർന്നുള്ള സമയം ഹാലേലുയ ഞങ്ങളുടെ സഭയിലെ അഭിഷിക്ത ദാസൻ പാസ്റ്റർ പി എ ജോസഫ് പാസ്റ്റർ അവരുടെ കയ്യിലേക്ക് ഹാൻഡ് ഓവർ ചെയ്യുന്നു. ഓവർ ടു പാസ്റ്റർ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഈ രാത്രിയുടെ യാമത്തിൽ സ്വർഗത്തിലെ ദൈവത്തിന്റെ ആത്മാവ് ശക്തമായ ദൈവിക രാത്രിയുടെ യാമത്തിൽ ഹല്ലേലൂയ ദൈവദാസിയിൽ കൂടെ നമ്മെ കേൾപ്പിച്ചു, നമ്മെ പുനരുജ്ജീവിപ്പിക്കുന്ന, നമ്മെ യഥാസ്ഥാനപ്പെടുത്തുന്ന ദൈവത്തിന്റെ സന്നിധിയിൽ അറിയ ദൈവമഹത്വം വസിക്കുന്നവരാക്കി തീർക്കുവാൻ കഴിയുന്ന കർത്താവിന്റെ ഹല്ലേലൂയ വിലയേറിയ ആ ശബ്ദം ഇന്ന് കേൾപ്പിക്കുവാൻ ഇടയായല്ലോ. നമുക്ക് സമർപ്പിക്കാം. ഒരു സമർപ്പിത ജീവൻ ഉണ്ടാകട്ടെ. ഹല്ലേലൂയ ഹല്ലേലൂയ. അതിനായിട്ട് നമുക്ക് ഏൽപ്പിച്ചു കൊടുക്കാം. കർത്താവിന്റെ ദാസിയെ അവരുടെ കുടുംബത്തെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. ഈ എല്ലാ പ്രിയവരോടും കർത്താവ് കനിവുണ്ടായി ഹല്ലേലൂയ ഒരു പുതിയ വ്യത്യസ്തമായ അനുഭവത്തിലൂടെ എല്ലാവരെയും നടത്തേണ്ടതിന് ഹല്ലേലൂയ നമുക്ക് പ്രാർത്ഥിക്കാം. എല്ലാവരും പ്രാർത്ഥിക്കുമ്പോൾ കർത്താവിന്റെ ദാസൻ പാസ്റ്റർ ടി എബ്രഹാം പ്രാർത്ഥിച്ച് നമ്മുടെ ഈ പ്രാവശ്യത്തെ ഉപവാസവും പ്രാർത്ഥനയും അവസാനിപ്പിക്കും. പരിശുദ്ധനായ ഞങ്ങളുടെ ദൈവമേ, സ്വർഗീയ പിതാവേ, ഈ രാത്രിയുടെ യാമത്തിനായി വേണ്ടി ഞങ്ങൾ ഇതിനെ സ്തുതിക്കുന്നു, വാഴ്ത്തുന്നു. ഞങ്ങളുടെ ഉപവാസത്തിന്റെ ആരംഭ സമയം മുതൽ ഈ അവസാന സമയം വരെയും പ്രത്യേകമായ സാന്നിധ്യം ഞങ്ങളോട് കൂടെ ഉണ്ടായിരുന്നതിനായി സ്തോത്രം. വിവിധ സെക്ഷനിൽ നടന്നതായ പ്രാർത്ഥനയിൽ കർത്താവിന്റെ ആത്മാവ് ദൈവജനത്തോട് ഞങ്ങളോടെല്ലാം നീ സംസാരിച്ചല്ലോ, അതിനായി സ്തോത്രം. ഇന്ന് രാത്രികാലം കർത്താവെ ദൈവസന്നിധിയിൽ കടന്നു വന്ന് ദൈവാലോചന അറിയിച്ച കർത്താവിന്റെ വലിയ ദാസിക്കായി ഞങ്ങൾ ഇതിനെ സ്തുതിക്കുന്നു. ഇന്ത്യയുടെ വിവിധ സ്ഥലങ്ങളിൽ യാത്ര ചെയ്യുന്നു, വിദേശത്ത് യാത്ര ചെയ്യുന്നു, എവിടെയെല്ലാം നിന്റെ ദാസിയെ ശുശ്രൂഷ ഏൽപ്പിക്കുന്നു ആ സ്ഥലങ്ങളെല്ലാം കടന്നുപോയി ജീവന്റെ സാക്ഷ്യം വഹിപ്പാൻ പ്രഭു കൊടുത്തുകൊണ്ടിരിക്കുന്നതിനായി നന്ദിയോടെ സ്തോത്രം. അനേകരെ കർത്താവിലേക്ക് നയിക്കുവാൻ പ്രഭു കൊടുത്തുകൊണ്ടിരിക്കുന്നതിനായി സ്തോത്രം. അനേകരെ വചനം
ഇതിൽ കൂടെ ഉറപ്പിക്കുവാൻ ഹല്ലേലൂയ വീണ്ടും ദൈവസന്നിധിയിലേക്ക് ജനത്തെ നയിക്കുവാൻ കർത്താവ് കൃപ ചെയ്യുന്നതിനായി നന്ദിയുടെ സ്തോത്രം. നീ ഞങ്ങളെ പണിയുന്ന ദൈവമാണല്ലോ, ഞങ്ങളുടെ കുറവുകളെല്ലാം മാറ്റിത്തരുന്ന ദൈവമാണല്ലോ, ഞങ്ങളുടെ സ്ഥിതിക്ക് ഭേദം വരുത്തി തരുന്ന ദൈവമാണല്ലോ. കർത്താവെ, നീ ഞങ്ങളോട് ചെയ്തിരിക്കുന്ന വാഗ്ദത്തങ്ങൾ നിവർത്തിക്കുന്ന ദൈവമാണല്ലോ. വാഗ്ദത്തത്തിന് വിശ്വസ്തനും വാക്ക് പറഞ്ഞാൽ മാറാത്തവനായ ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട് വരും കാലങ്ങളിൽ കർത്താവെ ദൈവരാജ്യത്തിന് വേണ്ടി വളരെ പ്രയോജനമുള്ളവരായി നിൽപ്പാൻ ഞങ്ങളെ സഹായിക്കുമാറാകണമേ. ഇന്ന് രാത്രി കാലം ദൈവവചനം കേട്ടതായ എല്ലാ ദൈവദാസന്മാരെയും ദൈവമക്കളെയും ധാരാളമായി അനുഗ്രഹിക്കുമാറാകണമേ. ദൈവാത്മാവ് സംസാരിച്ചതുപോലെ തങ്ങളെ തന്നെ ഏൽപ്പിച്ചു കൊടുത്തുകൊണ്ട് ഹല്ലേലൂയ വിശ്വാസത്തിന്റെ പരിചയം എടുത്തുകൊണ്ട് ആത്മാവിന്റെ വാളെടുത്തുകൊണ്ട് ശത്രുവിന്റെ എല്ലാ പ്രവർത്തനത്തെ ജയിച്ചു മുന്നോട്ട് പോകുവാൻ, ഹല്ലേലൂയ ഇടിക്കേണ്ടതിനെ ഇടിക്കുവാൻ, തകർക്കേണ്ടതിനെ തകർക്കുവാൻ, പണിയേണ്ടതിനെ പണിയുവാൻ, വിശ്വാസത്തിൽ സ്ഥിരതയുള്ളവരായി ആത്മാവിൽ എരിവുള്ളവരായി മുന്നേറുവാൻ എല്ലാവരെയും സഹായിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളോട് കൂടെ ഇരുന്ന് പ്രവർത്തിക്കുന്ന ദൈവത്തിന് സ്തോത്രം. നിരാശകളിൽ കൂടെ പോകുന്നവരെ നിരാശയിൽ നിന്ന് വിടുവിക്കണമേ. പ്രവർത്തനത്തിൽ ഹല്ലേലൂയ ക്ഷീണിതരായിരിക്കുന്നവരെ നീ ബലപ്പെടുത്തണമേ കർത്താവേ. ദൈവരാജ്യത്തിന് വേണ്ടി കൂടുതൽ പ്രയോജനമുള്ളവരായി നിൽപ്പാൻ, ആത്മാക്കളെ നേടിയെടുക്കുവാനുള്ള ദർശനത്തോടെ ആത്മഭാരത്തോടെ ജീവിപ്പാൻ എല്ലാ ദൈവമക്കൾക്ക് നീ കൃപ ചെയ്യണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന കർത്താവേ. ഹല്ലേലൂയ. നിന്റെ തോട്ടത്തിൽ നട്ടിരിക്കുന്ന എല്ലാ വൃക്ഷങ്ങള് നന്നായി ഫലം കായ്ക്കുന്നതായി കാണുവാൻ ഇടയാക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. വേണ്ടി അച്ചച്ചോണ്ട് എല്ലാ പ്രവർത്തനങ്ങളെയും അനുഗ്രഹിക്കണമേ. ബോംബെ സെൻട്രലിലെ എല്ലാ സഭകളെയും പ്രവർത്തനങ്ങളെയും ദൈവദാസന്മാരെയും സഭയിലുള്ള എല്ലാ പ്രിയപ്പെട്ടവരെയും സഹായിക്കുകയും അനുഗ്രഹിക്കുകയും ദൈവകൃപയിൽ നിലനിർത്തുകയും കർത്താവിന് വേണ്ടി വളരെ പ്രയോജനപ്പെടുവാൻ ഇടയാക്കുകയും ചെയ്യുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവാലോചന കേട്ടതനുസരിച്ച് ദൈവസനെ താഴ്ച ഏൽപ്പിച്ചു കൊടുത്തുണ്ട് തീരുമാനത്തോടെ പ്രതിഷ്ഠയോടെ മുന്നേറുവാൻ എല്ലാവർക്കും കൃപ ചെയ്യണമേ കർത്താവേ. നിന്റെ സനി ഞങ്ങൾ നിൽക്കുമ്പോൾ ഹല്ലേലൂയ നല്ലവനും വിശ്വസ്തമായ ദാസനെ ദാസി എന്നുള്ള വിളിക്ക് അർഹരായി നിൽക്കുവാൻ കൃപ ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുന്നു. നിന്റെ ആലോചന അറിയിച്ച നിന്റെ ദാസിക്കായി സ്തോത്രം, കുടുംബത്തിനായി സ്തോത്രം, കുഞ്ഞുങ്ങൾക്കായി സ്തോത്രം, പ്രവർത്തനങ്ങൾക്കായി സ്തോത്രം. ധാരാളമായി നിന്റെ ദാസിയെ ശക്തമായി കുടുംബമായി ഉപയോഗിച്ചുകൊണ്ടിരിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. തങ്ങളിൽ കൂടെ അനേകർ അനുഗ്രഹിക്കപ്പെടുവാൻ ഇടയാക്കണമേ കർത്താവേ. ഇന്ന് രാത്രികാലം ഹാലിൽ ഒരുമിച്ച് എന്ന കൂട്ടായ്മയ്ക്കായി സ്തോത്രം. തുറന്ന് നിന്റെ കൃപയെ ഞങ്ങളെ സൂക്ഷിക്കണം, നിന്റെ മഹത്വത്തിന് വേണ്ടി ഞങ്ങൾ ഉപയോഗിക്കണം, വരുവനായി ഒരുക്കണം. പ്രാർത്ഥന ഞാൻ കേട്ടുകൊണ്ട് സ്തോത്രം. ക്രിസ്തുയേശുവിന്റെ വലിയ നാമത്തിൽ താഴ്മയോടുകൂടി ഞങ്ങൾ അപേക്ഷിക്കുന്നു. കേട്ടുത്തമേ സ്വർഗീയ പിതാവേ. നമ്മുടെ കർത്താവ് നമ്മുടെ രക്ഷാമാകുന്ന യേശു ക്രിസ്തുവിന്റെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹം പരിശുദ്ധാത്മാവിന്റെ നിരന്തരമായ സംസർഗം കൂട്ടായ്മയും കാവലും അനുഗ്രഹങ്ങളും നാം പ്രാർത്ഥിച്ച എല്ലാ വിഷയങ്ങളും നാം ഓരോരുത്തരും കൂടെ ഈവനിങ്ങിലും വചന സൂക്ഷിച്ച ദൈവദാസിയോടും കൂടെ കഴിഞ്ഞ ദിവസങ്ങളെല്ലാം വചന സൂക്ഷിച്ച ദൈവമക്കളും ദൈവദാസന്മാരോടും ദൈവമക്കളോടും കൂടെ ഇന്നും എപ്പോഴും കർത്താവിന്റെ വരെ ഉണ്ടായിരിക്കുമാറാകട്ടെ. ജയം നൽകുന്ന ദൈവത്തിന് സ്തോത്രം ചെയ്യാം. ആമേൻ. എല്ലാവരെയും കർത്താവ് അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു. പ്രൊഫസർ ഗോഷ് is there. God bless you. Thank you, Pastor. Thank you. Thank you. Thank you, Janie auntie. Thank you so much. Thank you. Thank you so much. Thank you. എല്ലാവർക്കും നന്ദിയെ അറിയിക്കുന്നു. 46 ഡിവൈസുകൾ ഉണ്ടായിരുന്നു. താങ്ക് യു സോ മച്ച്. സബോको प्रभु आशीष करे. हालेलुया. May God bless you. शुभ रात्रि. Good night. Good night.